ഒരു കമ്പനി ലോകത്തെ കീഴടക്കാൻ തുടങ്ങിയത് ഒരു മൊബൈൽ ഫോൺ കൊണ്ടല്ല, അതൊരു പേപ്പർ മിൽ കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറും ഒരു മൊബൈൽ കമ്പനിയുടെ കഥയല്ല. ഇത് ഒരു രാജ്യത്തിന്റെ കഥയാണ്. ഒരു സ്വപ്നത്തിന്റെ കഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായി വളർന്ന ഒരു സ്ഥാപനത്തിന്റെ കഥയാണ്. അതെങ്ങനെ ഉയർന്നു, അതിലും അത്ഭുതകരമായി എങ്ങനെ താഴെ വീണു എന്ന കഥ. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരു കാലത്ത് അവരുടെ ആദ്യ ഫോൺ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരമാണ് വരിക: നോക്കിയ മോഡൽ 3310, 1100, 6600, എൻ സീരീസ് മോഡൽ. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തെളിയും. ഒരു ചാർജ് ചെയ്താൽ ദിവസങ്ങളോളം ബാറ്ററി, തറയിൽ വീണാലും ഒന്നും സംഭവിക്കാത്ത ശക്തി, സിഗ്നൽ ഇല്ലായിടത്തു പോലും സിഗ്നൽ പിടിക്കുന്ന കഴിവ്. ഒരു കാലത്ത് ആളുകൾ പറയുമായിരുന്നു, ഫോൺ വേണമെങ്കിൽ നോക്കിയ തന്നെ. പക്ഷേ ലോകം മുഴുവൻ വിശ്വസിച്ച ആ കമ്പനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എങ്ങനെ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി? അത് മനസ്സിലാക്കാൻ നമുക്ക് 2007 2000 പോകേണ്ടതില്ല. അതിലും ഒരുപാട് പിന്നിലേക്ക് പോകണം. 1865. അതെ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലനിന്നിരുന്ന കാലം. വിമാനമില്ല, ഇന്റർനെറ്റ് ഇല്ല, ടെലിഫോൺ പോലും ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. അന്നാണ് യൂറോപ്പിലെ ചെറിയ രാജ്യം ഫിൻലാൻഡിൽ ഒരു യുവ എഞ്ചിനീയർ ഫ്രെഡറിക് ഇൻഡസ്റ്റാം ഒരു പേപ്പർ മിൽ ആരംഭിക്കുന്നത്. അന്നൊരിക്കലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു താൻ സ്ഥാപിച്ച ഈ ചെറിയ കമ്പനി ഒരു ദിവസം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ കൈകളിൽ എത്തുമെന്ന്. ആ പേപ്പർ മിൽ സ്ഥാപിച്ചത് ഒരു നദിയുടെ തീരത്തായിരുന്നു. ആ നദിയുടെ പേര് നോക്കിയൻ വിത. ആ പ്രദേശത്തിന്റെ പേര് നോക്കിയ. അവിടെ നിന്നാണ് ലോകം പിന്നീട് കേൾക്കുന്ന ആ പേര് ജനിക്കുന്നത്, നോക്കിയ. അന്നതൊരു ബ്രാൻഡ് അല്ലായിരുന്നു, ഒരു ചെറിയ വ്യവസായം മാത്രം, പേപ്പർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി. പക്ഷേ ഒരു കമ്പനി വളരുന്നത് പലപ്പോഴും അതിന്റെ ആദ്യ ഉൽപ്പന്നം കൊണ്ടല്ല, മാറുന്ന ലോകത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊണ്ടാണ്. അതാണ് നോക്കിയയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. ആദ്യകാലത്ത് പേപ്പർ, പിന്നീട് റബ്ബർ, ശേഷം വൈദ്യുതി കേബിളുകൾ. ഒരേ കമ്പനിയുടെ കീഴിൽ പല വ്യവസായങ്ങളും വളരാൻ തുടങ്ങി. ഇന്ന് കേൾക്കുമ്പോൾ അത് സാധാരണമെന്ന് തോന്നാം. പക്ഷേ 1800-കളിൽ ഒരു കമ്പനി ഇങ്ങനെ പല മേഖലകളിലേക്ക് കടക്കുന്നത് അത്യപൂർവമായിരുന്നു. നോക്കിയയ്ക്ക് അന്നേ ഒരു സ്വഭാവമുണ്ടായിരുന്നു: ലോകം മാറുമ്പോൾ ഞങ്ങളും മാറും. ഒരു കമ്പനി വിജയിക്കണമെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം മതിയോ? അതോ അതിനേക്കാൾ പ്രധാനമായത് മാറുന്ന കാലത്തെ തിരിച്ചറിയാനുള്ള കഴിവാണോ? 1865 ഒരു ചെറിയ പേപ്പർ മില്ലായി തുടങ്ങിയ നോക്കിയ അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ പതുക്കെ വളരാൻ തുടങ്ങി. ഫിൻലാൻഡിലെ കാടുകൾ ധാരാളമായതിനാൽ പേപ്പർ വ്യവസായം ലാഭകരമായിരുന്നു. പക്ഷേ കമ്പനി അവിടെ നിർത്തിയില്ല. പുതിയ അവസരങ്ങൾ കണ്ടപ്പോൾ അവർ മറ്റൊരു മേഖലയിലേക്ക് കടന്നു: റബ്ബർ. അന്നത്തെ യൂറോപ്പിൽ വ്യവസായവൽക്കരണം വേഗത്തിൽ വളരുകയായിരുന്നു. ഫാക്ടറികൾ വർദ്ധിച്ചു, ഗതാഗതം വികസിച്ചു, റോഡുകൾ ഉണ്ടായി. അതിനൊപ്പം റബ്ബർ ഉൽപ്പന്നങ്ങൾക്കും വലിയ ആവശ്യമായി. ബൂട്ടുകൾ, ടയറുകൾ, വ്യാവസായിക ഉപകരണങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കാൻ റബ്ബർ ആവശ്യമായിരുന്നു. അങ്ങനെ മറ്റൊരു കമ്പനി, ഫിനിഷ് റബ്ബർ വർക്ക്സ്, നോക്കിയ പ്രദേശത്ത് തന്നെ ഫാക്ടറി സ്ഥാപിച്ചു. അത് യാദൃഷ്ടികമല്ലായിരുന്നു. കാരണം അവിടെ വെള്ളവും ഗതാഗത സൗകര്യവും വ്യവസായത്തിനാവശ്യമായ അടിസ്ഥാന സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ മറ്റൊരു കമ്പനി കൂടി അതേ പ്രദേശത്ത് വളർന്നു. അവർ നിർമ്മിച്ചത് വൈദ്യുതി കേബിളുകളും ടെലികമ്മ്യൂണിക്കേഷൻ കേബിളുകളും. അന്ന് ടെലിഫോൺ ശൃംഖല പതുക്കെ വളരാൻ തുടങ്ങിയ കാലമായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: ആ കാലത്ത് ആരും മൊബൈൽ ഫോൺ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. പക്ഷേ കേബിളുകൾ നിർമ്മിച്ച കമ്പനികൾക്ക് ഭാവിയിൽ കമ്മ്യൂണിക്കേഷൻ ലോകത്തേക്ക് കടക്കാനുള്ള വാതിൽ തുറന്നു കിട്ടി. അവർക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു, സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അനുഭവം ലഭിച്ചു. ഇതെല്ലാം വർഷങ്ങൾക്ക് ശേഷം നോക്കിയയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. പക്ഷേ അതിനു മുമ്പ് ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് കടന്നു: ഒന്നാം ലോക മഹായുദ്ധം. യുദ്ധം യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. വ്യാപാരം കുറഞ്ഞു, അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നു, ചെറിയ കമ്പനികൾ അടച്ചുപൂട്ടാൻ തുടങ്ങി. ഫിൻലാൻഡും അതിന്റെ ആഘാതം അനുഭവിച്ചു. അതിനിടയിലാണ് ഫിൻലാൻഡ് 1917 റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പുതിയ രാജ്യം, പുതിയ പ്രതീക്ഷകൾ. പക്ഷേ സമാധാനം അധിക നാൾ നീണ്ടു നിന്നില്ല. സ്വാതന്ത്ര്യത്തിന് പിന്നാലെ ആഭ്യന്തര യുദ്ധം.
ഒരു വശത്ത് സർക്കാർ സേന, മറുവശത്ത് വിമതർ. രാജ്യം രണ്ടായി പിളർന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പല കമ്പനികളും തകർന്നു. പക്ഷേ നോക്കിയയുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് കമ്പനികളും എങ്ങനെയെങ്കിലും നിലനിന്നു. അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു: ഒറ്റയ്ക്ക് വളരാൻ കഴിയില്ല, പരസ്പരം സഹകരിക്കണം. വിപണി മാറുകയാണ്, സാങ്കേതിക വിദ്യ മാറുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1930കളിലും 40കളിലും ലോകം വീണ്ടും യുദ്ധത്തിലേക്ക് വീണു. രണ്ടാം ലോക മഹായുദ്ധം. ഈ യുദ്ധം ഫിൻലാൻഡുകാർക്ക് വളരെ കഠിനമായിരുന്നു. രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. യുദ്ധാനന്തരം ഫിൻലാൻഡ് തന്റെ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. അപ്പോഴാണ് കേബിൾ കമ്പനികളുടെ പ്രാധാന്യം കൂടുതൽ ഉയർന്നത്. കാരണം വൈദ്യുതി, ടെലിഫോൺ, കമ്മ്യൂണിക്കേഷൻ ഇവയില്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ടു പോകാനാവില്ല. ഇതിനിടയിൽ നോക്കിയ എന്ന പേര് പതുക്കെ വ്യവസായ ലോകത്ത് ശ്രദ്ധ നേടാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും അതൊരു മൊബൈൽ കമ്പനി അല്ല. അവർ ഫോൺ നിർമ്മിച്ചിട്ടില്ല, ഒരു റിംഗ് ടോൺ പോലും ലോകം കേട്ടിട്ടില്ല. എന്നാൽ ഇലക്ട്രോണിക്കിലേക്കുള്ള ആദ്യ ചുവടുകൾ അവർ വെച്ചു കഴിഞ്ഞിരുന്നു. അതാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നിലേക്ക് അവരെ നയിച്ചത്. 1967 നടന്ന ഒരു ലയനം. ആ ഒരു തീരുമാനം നോക്കിയയുടെ ചരിത്രം മാത്രമല്ല, മൊബൈൽ ഫോൺ ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കും. ചില തീരുമാനങ്ങൾ ആ നിമിഷത്തിൽ വലിയതായി തോന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് ചരിത്രം മാറ്റിയ നിമിഷമെന്ന് മനസ്സിലാകും. 1960കളിലെ യൂറോപ്പ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുറിവുകൾ പതിയെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ഫാക്ടറികൾ ഉയർന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിവേഗം മുന്നേറി. ടെലിവിഷൻ വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇനി ഭാവിയുടെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നു. ഈ മാറ്റങ്ങളെ ഏറ്റവും ശ്രദ്ധയോടെ നോക്കിയവരിൽ ഒരാളായിരുന്നു നോക്കിയയുടെ മാനേജ്മെന്റ്. അവർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: പേപ്പറും റബ്ബറും മാത്രം വിറ്റ് ഭാവിയിൽ നിലനിൽക്കാനാവില്ല. ഇതിനിടയിൽ വർഷങ്ങളായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് കമ്പനികൾ, നോക്കിയ കമ്പനി, ഫിനിഷ് റബ്ബർ വർക്ക്സ്, ഫിനിഷ് കേബിൾ വർക്ക്സ്, പരസ്പരം കൂടുതൽ സഹകരിക്കാൻ തുടങ്ങി. ഒരാൾക്ക് അസംസ്കൃത വസ്തുക്കളിൽ പരിചയം, മറ്റൊരാൾക്ക് വ്യവസായ ഉൽപാദനത്തിൽ ശക്തി, മൂന്നാമനോ ഇലക്ട്രിക്കൽ കേബിളുകളിലും പുതിയ സാങ്കേതിക വിദ്യകളിലും വിദഗ്ധൻ. അപ്പോൾ ഒരു ചോദ്യമുയർന്നു: എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരു വലിയ കമ്പനി ആകരുത്? ആ തീരുമാനം എളുപ്പമായിരുന്നില്ല. കാരണം ഓരോ കമ്പനിക്കും സ്വന്തം ചരിത്രമുണ്ടായിരുന്നു, സ്വന്തം മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, സ്വന്തം സംസ്കാരമുണ്ടായിരുന്നു. എന്നാൽ വിപണി മാറുകയാണ്. ചെറിയ കമ്പനികൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1967 ഈ മൂന്ന് കമ്പനികളും ഔദ്യോഗികമായി ഒന്നായി. അങ്ങനെ ജനിച്ചു നോക്കിയ കോർപ്പറേഷൻ. ഇന്ന് നമ്മൾ അറിയുന്ന നോക്കിയയുടെ യഥാർത്ഥ ജനനം അവിടെയാണ്. ഈ പുതിയ കമ്പനികൾക്ക് ഇനി ഒരു വലിയ നേട്ടമുണ്ടായിരുന്നു: അവർക്ക് ഒരേ സമയം പല മേഖലകളിലും പ്രവർത്തിക്കാം. പേപ്പർ, റബ്ബർ, ടയറുകൾ, കേബിളുകൾ, വൈദ്യുതി ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്. ഇത് വെറും ഒരു കമ്പനിയല്ല, ഒരു വ്യവസായ സാമ്രാജ്യമായിരുന്നു. പക്ഷേ ഇത്രയും മേഖലകളായി പ്രവർത്തിക്കുന്നത് ഒരു പ്രശ്നവും സൃഷ്ടിച്ചു. ഒരു വ്യക്തമായ ദിശയില്ലായിരുന്നു. ഇന്ന് ഇതും നാളെ അതും, അടുത്ത ദിവസം മറ്റൊന്നും. ഇങ്ങനെ മുന്നോട്ടു പോയാൽ ലോകത്തിലെ മികച്ച കമ്പനിയാകാൻ കഴിയില്ല. എന്നാൽ ഒരു ചെറിയ വിഭാഗം മാത്രം വേറൊരു ഭാവി കാണുകയായിരുന്നു. അത് ഇലക്ട്രോണിക്സ് ഡിവിഷൻ. 1960കളുടെ അവസാനത്തിൽ ലോകം മറ്റൊരു വലിയ മാറ്റം കാണാൻ തുടങ്ങി. കമ്പ്യൂട്ടറുകൾ ചെറുതാകാൻ തുടങ്ങി. റേഡിയോ സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. സൈനിക മേഖലകളിൽ ഉപയോഗിച്ചിരുന്ന ആശയങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്കും എത്തിത്തുടങ്ങി. നോക്കിയയിലെ ചില യുവ എഞ്ചിനീയർമാർ ഒരു ചോദ്യമുയർത്തി: വയറില്ലാതെ ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുമോ? ഇന്നത് കേൾക്കുമ്പോൾ ചിരിക്കാം, കാരണം നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷേ അന്ന് ഇതൊരു വിപ്ലവകരമായ ചോദ്യമായിരുന്നു. ടെലിഫോൺ എന്നാൽ വീട്ടിലെ ഭിത്തിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണം. വയറില്ലെങ്കിൽ സംസാരമില്ല, അതാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ നോക്കിയയിലെ ചിലർ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. 1970കളുടെ തുടക്കത്തിൽ അവർ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ വലിയ നിക്ഷേപം നടത്താൻ തുടങ്ങി. റേഡിയോ ട്രാൻസ്മിറ്ററുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇതെല്ലാം അവർ പഠിച്ചു. ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയായിരുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഭാവിയിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഗവേഷണം ആരംഭിച്ചു.
ഇത് സാധാരണ ആളുകൾ അറിയാത്ത ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. നോക്കിയ ആ വിപ്ലവത്തിന്റെ നടുവിലായിരുന്നു. അവർക്കിപ്പോഴും മൊബൈൽ ഫോൺ ഇല്ല. പക്ഷേ മൊബൈൽ ഫോണിന്റെ ഹൃദയം നിർമ്മിക്കാൻ ആവശ്യമായ അറിവ് അവർ അത് പതിയെ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആരും കരുതിയില്ല ഈ ചെറിയ ഗവേഷണങ്ങൾ ഒരു ദിവസം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ പോക്കറ്റിലെത്തുന്ന ഒരു ഉപകരണത്തിന് വഴിയൊരുക്കുമെന്ന്. പക്ഷേ നോക്കിയെ കാത്തിരുന്നത് അതിലും വലിയൊരു അവസരമായിരുന്നു. ഒരു പുതിയ തലമുറയുടെ നെറ്റ്വർക്ക്, ഒരു പുതിയ സാങ്കേതിക വിദ്യ. അതാണ് അവരെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത്. ചരിത്രം മാറ്റിയ കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും വലിയ ശബ്ദത്തോടെ വരില്ല, നിശബ്ദമായാണ് അവ ആരംഭിക്കുന്നത്. 1970-കളുടെ തുടക്കത്തിൽ ലോകം ഇപ്പോഴും വയറുകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ഒരു ഫോൺ ചെയ്യണമെങ്കിൽ വീട്ടിലെ ലാൻഡ് ലൈൻ, ഓഫീസിൽ സംസാരിക്കണമെങ്കിൽ ഡെസ്കിലെ ഫോൺ, യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കാൻ വഴിയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അത് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് മനുഷ്യർ ഒരു കാര്യത്തെ അസാധ്യമെന്ന് വിശ്വസിച്ചിരുന്നു. കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു ഫോൺ ഒരിക്കലും ഉണ്ടാകില്ല. കാരണം റേഡിയോ സാങ്കേതിക വിദ്യ വളരെ വലുതായിരുന്നു, ബാറ്ററികൾ ഭാരമുള്ളതായിരുന്നു, നെറ്റ്വർക്ക് എന്ന ആശയം തുടക്കത്തിലായിരുന്നു. എന്നാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിച്ചു. ഫിൻലാൻഡ്, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഈ 4 രാജ്യങ്ങളും ഒരുമിച്ച് ഒരു വലിയ പദ്ധതി ആരംഭിച്ചു. ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. രാജ്യ അതിർത്തികൾ കടന്നു പോകുമ്പോഴും പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ നെറ്റ്വർക്ക്. അന്നത് ഒരു സ്വപ്നം പോലെ തോന്നി. എന്നാൽ ആ സ്വപ്നത്തിന് അവർ ഒരു പേര് നൽകി: NMT, നോർഡിക് മൊബൈൽ ടെലിഫോൺ. ഇത് ലോകത്തിലെ ആദ്യ വിജയകരമായ അന്തർദേശീയ സെല്ലുലാർ മൊബൈൽ നെറ്റ്വർക്കുകളിൽ ഒന്നായിരുന്നു. ഈ പദ്ധതിയിൽ നിരവധി കമ്പനികൾ പങ്കെടുത്തു. പക്ഷേ ഫിൻലാൻഡിനെ പ്രതിനിധീകരിച്ച് ഏറ്റവും സജീവമായി പ്രവർത്തിച്ച കമ്പനികളിലൊന്ന് നോക്കിയ. അവർ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി. ട്രാൻസ്മിറ്ററുകൾ, ബേസ് സ്റ്റേഷനുകൾ, സിഗ്നൽ സിസ്റ്റങ്ങൾ. അന്ന് അവരുടെ ലക്ഷ്യം ഫോൺ നിർമ്മിക്കുക മാത്രമായിരുന്നില്ല, മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും നിർമ്മിക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് അവരുടെ ഏറ്റവും വലിയ ശക്തിയായത്. കാരണം ഒരു മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ അറിയുന്നത് മാത്രം പോരാ, അത് പ്രവർത്തിക്കാൻ വേണ്ട നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും അറിയണം. ഈ രണ്ടിലും നോക്കിയ ഒരേ സമയം നിക്ഷേപിച്ചു. 1981 NMT ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ലോകം ആദ്യമായി വലിയ തോതിൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് കണ്ടു. പക്ഷേ ആ ഫോണുകൾ ഇന്നത്തെ പോലെ പോക്കറ്റിൽ വെക്കാവുന്നതായിരുന്നില്ല. ഒരു ബാഗിന്റെ വലുപ്പം, ചിലത് കാറിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കും, ഭാരം പല കിലോ, വില ഒരു സാധാരണ കുടുംബത്തിന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്ര. അതിനാൽ ഇത് സമ്പന്നർക്കും വലിയ കമ്പനികൾക്കുമുള്ള സാങ്കേതിക വിദ്യയായിരുന്നു. എന്നാൽ നോക്കിയയുടെ എഞ്ചിനീയർമാർ ഒരു കാര്യം മനസ്സിലാക്കി: ഇതാണ് ഭാവി. ഇന്ന് വലുതാണ്, നാളെ ചെറുതാകും. ഇന്ന് വില കൂടിയതാണ്, നാളെ എല്ലാവരുടെയും കയ്യിലെത്തും. ഈ വിശ്വാസം കൊണ്ടാണ് അവർ ഗവേഷണം തുടർന്നത്. 1982 നോക്കിയ പുറത്തിറക്കിയ ആദ്യകാല മൊബൈൽ ഫോണുകളിൽ ഒന്നായിരുന്നു മൊബിഴ സെനേറ്റർ. ഇന്നത് കണ്ടാൽ ആരോ ഫോണെന്ന് പോലും വിളിക്കില്ല. ഏകദേശം 10 കിലോ ഭാരം, കാറിൽ വെച്ചാണ് ഉപയോഗിച്ചത്. എന്നാൽ അതൊരു തുടക്കമായിരുന്നു. 1982 നോക്കിയ പുറത്തിറക്കിയ ആദ്യകാല മൊബൈൽ ഫോണുകളിൽ ഒന്നായിരുന്നു മൊബിറ സെനേറ്റർ. ഇന്നത് കണ്ടാൽ ആരും ഫോണെന്ന് പോലും വിളിക്കില്ല. ഏകദേശം 10 കിലോ ഭാരം, കാറിൽ വെച്ചാണ് ഉപയോഗിച്ചത്. എന്നാൽ അതൊരു തുടക്കമായിരുന്നു. ലോകം ആദ്യമായി ചലിക്കുന്ന വാഹനത്തിൽ നിന്ന് ഫോൺ വിളിക്കാൻ തുടങ്ങി. അതുവരെ അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം യാഥാർത്ഥ്യമായി. അന്നത്തെ ഓരോ വിജയവും നോക്കിയയ്ക്ക് ഒരു ആത്മവിശ്വാസം നൽകി. ഞങ്ങൾ ശരിയായ വഴിയിലാണ്. പക്ഷേ കമ്പനിക്കൊരു വലിയ പ്രശ്നം ഇപ്പോഴും ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും ടയറുകൾ നിർമ്മിക്കുന്നു, പേപ്പർ നിർമ്മിക്കുന്നു, കേബിളുകൾ നിർമ്മിക്കുന്നു, ടെലിവിഷനുകൾ നിർമ്മിക്കുന്നു, ഇലക്ട്രോണിക്സ് ചെയ്യുന്നു. ഒരുപാട് ബിസിനസ്സുകൾ. ഒരേ സമയം ചോദ്യമുയർന്നു: ഇത്രയും മേഖലകളിൽ തുടരണമോ, അല്ലെങ്കിൽ ഒരു മേഖലയെ മാത്രം തിരഞ്ഞെടുത്ത് ലോകത്തെ നയിക്കണമോ? ഈ ചോദ്യം പിന്നീട് നോക്കിയയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് നയിക്കും. അപ്പോൾ വേദിയിലേക്ക് എത്തുന്നത് ഒരു പുതിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം നോക്കിയയെ വെറും യൂറോപ്യൻ കമ്പനിയല്ല, ലോകത്തിലെ നമ്പർ 1 മൊബൈൽ കമ്പനിയായി മാറ്റും. ആ നേതാവ് ആരായിരുന്നു? ഒരു കമ്പനി പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോൾ വിജയത്തിന്റെ തുടക്കവും ഒരു ത്യാഗത്തിൽ നിന്നാണ്. ഒരു കമ്പനി പരാജയപ്പെടാൻ പല കാരണങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോൾ വിജയത്തിന്റെ തുടക്കവും ഒരു ത്യാഗത്തിൽ നിന്നാണ്.
1980കളുടെ മധ്യത്തിൽ നോക്കിയ ഒരു വിചിത്ര അവസ്ഥയിലായിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ വളരെ വലിയ കമ്പനി, അകത്തുനിന്ന് നോക്കിയാൽ പല ദിശകളിലേക്ക് ഓടുന്ന ഒരു സ്ഥാപനം. ഒരു ഫാക്ടറിയിൽ പേപ്പർ, മറ്റൊന്നിൽ ടയറുകൾ, മറ്റൊന്നിൽ റബ്ബർ ബൂട്ടുകൾ, വേറെ എവിടെയോ ടെലിവിഷനുകൾ, മറ്റൊരു വിഭാഗം കമ്പ്യൂട്ടറുകൾ. അതേസമയം ചില എഞ്ചിനീയർമാർ മൊബൈൽ ഫോണിന്റെ ഭാവിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഒരൊറ്റ വ്യക്തമായ ലക്ഷ്യമില്ലായിരുന്നു. ആ കാലത്ത് ലോകത്ത് മറ്റൊരു വലിയ മാറ്റം നടക്കുകയായിരുന്നു. ജപ്പാൻ, സോണി, പാനസോണിക്, ഷാർപ്പ്, ടൂഷിബ ഈ കമ്പനികൾ ഇലക്ട്രോണിക് ലോകം കീഴടക്കുകയായിരുന്നു. അമേരിക്കയിൽ IBM കമ്പ്യൂട്ടറുകളുടെ രാജാവായി മാറി. മോട്ടോറോള വയർലെസ് സാങ്കേതിക വിദ്യയിൽ മുന്നേറുകയായിരുന്നു. മത്സരം ഓരോ വർഷവും ശക്തമായി. അപ്പോൾ നോക്കിയയിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കി. എല്ലാ മേഖലകളിലും മത്സരിച്ചാൽ ഒരു മേഖലയിലും ഒന്നാമനാകാൻ കഴിയില്ല. അതിനിടെ 1988 ഒരു വലിയ ദുരന്തം സംഭവിച്ചു. നോക്കിയയുടെ CEO ആയിരുന്ന കാരി കയോറാമോ അപ്രത്യക്ഷമായി മരണപ്പെട്ടു. അത് കമ്പനിക്ക് വലിയ ആഘാതമായി. അദ്ദേഹം നോക്കിയയെ ആധുനിക ടെക്നോളജി ലോകത്തേക്ക് നയിക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം കമ്പനിയെ വീണ്ടും അനിശ്ചിതത്തിലേക്കാക്കി. ആരാണ് ഇനി നേതൃത്വം നൽകുക? നോക്കിയയുടെ ഭാവി എന്താകും? അപ്പോൾ മുന്നോട്ട് വന്നത് ജോർമ ഒല്ലില. ലോകം അധികം കേട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ബിസിനസ് സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെട്ടു. ജോർമ ഒല്ലില കമ്പനിയെ മുഴുവൻ പഠിച്ചു. പേപ്പർ, റബ്ബർ, TV, കമ്പ്യൂട്ടർ എല്ലാം പരിശോധിച്ചു. അവസാനം ഒരു മീറ്റിംഗിൽ അദ്ദേഹം ചോദിച്ചു, നമ്മൾ ശരിക്കും ആരാണ്? ആ ചോദ്യം എല്ലാവരെയും നിശബ്ദരാക്കി. കാരണം നോക്കിയക്ക് അപ്പോൾ ഒരു വ്യക്തമായ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. 1990കളുടെ തുടക്കത്തിൽ ഫിൻലാൻഡ് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണു. രാജ്യത്തെ തൊഴിലായ്മ ഉയർന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഫിൻലാൻഡിന്റെ കയറ്റുമതിയെ ബാധിച്ചു. നോക്കിയക്കും വലിയ നഷ്ടമുണ്ടായി. ചില വിഭാഗങ്ങൾ നഷ്ടത്തിലായിരുന്നു. കടം വർദ്ധിച്ചു. പലരും പറഞ്ഞു നോക്കിയക്ക് ഇനി രക്ഷയില്ല. അന്നത്തെ സാഹചര്യത്തിൽ ടെസ്ലയെ കുറിച്ചോ കേൾക്കുന്ന പോലെ ചില സാമ്പത്തിക വിദഗ്ധർ പോലും നോക്കിയയുടെ ഭാവിയെ കുറിച്ച് സംശയിച്ചിരുന്നു. പക്ഷേ ഇതായിരുന്നു ജോർമ ഒല്ലിലയുടെ ഏറ്റവും ധീരമായ തീരുമാനം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എല്ലാം ചെയ്യേണ്ട. ലോകത്തിലെ ഏറ്റവും മികച്ച ഫോൺ കമ്പനിയാണ്. 1990കളുടെ തുടക്കത്തിൽ ഫിൻലാൻഡ് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണു. രാജ്യത്തെ തൊഴിലില്ലായ്മ ഉയർന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഫിൻലാൻഡിന്റെ കയറ്റുമതിയും ബാധിച്ചു. നോക്കിയക്കും വലിയ നഷ്ടമുണ്ടായി. ചില വിഭാഗങ്ങൾ നഷ്ടത്തിലായിരുന്നു. കടം വർദ്ധിച്ചു. പലരും പറഞ്ഞു നോക്കിയക്ക് ഇനി രക്ഷയില്ല. ഇന്ന് നമ്മൾ ആപ്പിളിനെ കുറിച്ചോ ടെസ്ലയെ കുറിച്ചോ കേൾക്കുന്ന പോലെ അന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പോലും നോക്കിയയുടെ ഭാവിയെ കുറിച്ച് സംശയിച്ചിരുന്നു. പക്ഷേ ഇതായിരുന്നു ജോർമ ഒല്ലിലയുടെ ഏറ്റവും ധീരമായ തീരുമാനം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എല്ലാം ചെയ്യേണ്ട. ലോകത്തിലെ ഏറ്റവും മികച്ച മൊബൈൽ കമ്പനിയാണ്. ഒരു വാചകം. പക്ഷേ അതിന് പിന്നിൽ വലിയ ത്യാഗമുണ്ടായിരുന്നു. നോക്കിയ ഒന്നൊന്നായി ലാഭമില്ലാത്ത ബിസിനസ്സുകൾ വിറ്റു തുടങ്ങി. TV വിഭാഗം, കമ്പ്യൂട്ടർ വിഭാഗം, പല വ്യവസായങ്ങളും പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ചില ബിസിനസ്സുകൾ പോലും അവസാനിപ്പിച്ചു. പലർക്കും അത് പ്രാന്തമായ തീരുമാനമായി തോന്നി. ഇത്ര വലിയ കമ്പനി സ്വയം ചെറുതാകുകയാണോ? പക്ഷേ ഉള്ളിലേക്ക് അറിയാമായിരുന്നു, ചെറുതാകുന്നത് തോൽക്കാനല്ല, ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മുഴുവൻ ശക്തിയും കേന്ദ്രീകരിക്കാനാണ്. ആ തീരുമാനം എടുത്തതോടെ നോക്കിയയുടെ എല്ലാ എഞ്ചിനീയർമാരും ഒരു ദിശയിലേക്ക് തിരിഞ്ഞു. മൊബൈൽ ഫോൺ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഓരോ ദിവസവും ഓരോ പരീക്ഷണവും ഓരോ രൂപകൽപ്പനയും ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച മൊബൈൽ ഫോൺ എങ്ങനെ നിർമ്മിക്കാമായിരുന്നു അവർക്കറിയില്ലായിരുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ അവർ അത് ശരിക്കും ചെയ്യുമെന്നായിരുന്നു. ലോകം മുഴുവൻ ഫോൺ എന്ന വാക്കിന് പകരം നോക്കിയ എന്ന് പറയുന്ന കാലം വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ആ വിജയം ആരംഭിച്ചത് ഒരു ചെറിയ ഫോണിലൂടെയല്ല, ഒരു പുതിയ നെറ്റ്വർക്കിലൂടെയായിരുന്നു. GSM, ആ 3 അക്ഷരങ്ങൾ നോക്കിയയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. ഒരു കമ്പനി ശരിയായ സമയത്ത് ശരിയായ സാങ്കേതിക വിദ്യ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ചരിത്രം തന്നെ മാറും. 1990 ഇത് വെറും ഒരു വർഷമല്ല, മൊബൈൽ ഫോൺ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വർഷങ്ങളിലൊന്നാണ്. കാരണം അന്ന് ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു. അതിന്റെ പേര് GSM. ഇന്ന് നമ്മൾ 4G, 5G എന്നൊക്കെ സംസാരിക്കുന്നു.
പക്ഷേ ഇന്റർനെറ്റ് ഇതിന്റെ തുടക്കം പ്രാധാന്യമായി GCM എന്നത് വെറും ഒരു നെറ്റ്വർക്ക് മാത്രമല്ലായിരുന്നു. ഒരു വർഷം അതൊരു പുതിയ 2 വർഷം ചിന്തയായിരുന്നു. വൈകി. അതിനു മുമ്പുള്ള മൊബൈൽ ടെക്നോളജി നെറ്റ്വർക്കുകൾ ലോകത്ത് ഒരു ഓരോ വർഷം രാജ്യത്തിനും എന്നത് വ്യത്യസ്തമായിരുന്നു. ചിലപ്പോൾ ഒരു തലമുറയുടെ ഒരു രാജ്യത്ത് വ്യത്യാസമാണ്. പ്രവർത്തിക്കുന്ന ഫോൺ ഇന്ന് മറ്റൊരു ഹാർവാർഡ് രാജ്യത്ത് ബിസിനസ് പ്രവർത്തിക്കണമെന്നില്ല. സ്കൂളിലും യാത്ര ഇൻജയിലും പല ചെയ്യുന്നവർക്ക് അത് ബിസിനസ് വലിയ സ്കൂളുകളിലും പ്രശ്നമായിരുന്നു. നോക്കിയയുടെ കഥ യൂറോപ്പിലെ രാജ്യങ്ങൾ പഠിപ്പിക്കുന്നത് തീരുമാനിച്ചു ആൻഡ്രോയിഡ് ഇനി സ്വീകരിക്കാത്തതുകൊണ്ടല്ല. എല്ലാവർക്കും ഒരേ മാറുന്ന നിലവാരമുള്ള ലോകത്ത് ഒരു മൊബൈൽ വിജയിച്ച സിസ്റ്റം വേണം. കമ്പനികൾ പോലും എങ്ങനെ അങ്ങനെയാണ് സ്വയം GCM മാറണം രൂപം എന്ന കൊണ്ടത്. പാഠമായിട്ടാണ്. ഈ പദ്ധതിയുടെ തുടക്കം മുതൽ എന്നാൽ ഈ നോക്കിയ കഥയ്ക്ക് അതിന്റെ ഒരു ഭാഗമായിരുന്നു. മനോഹരമായ മറ്റു ചില അവസാനമുണ്ട്. കമ്പനികൾക്കും കാരണം ഇതൊരു ബിസിനസ് നോക്കിയ അവസരമായിരുന്നു. പരാജയപ്പെട്ട കമ്പനിയല്ല, പക്ഷേ അവർ നോക്കിയക്ക് ജീവിച്ചിരിക്കുന്ന ഇത് കമ്പനിയാണ്. അവരുടെ ഇന്ന് ഭാവിയായിരുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? 1991 5G ജൂലൈ അവരുടെ 1 പങ്ക് എന്താണ്? ഫിൻലാൻഡിൽ ഒരു ചരിത്ര എയുടെ നിമിഷം കാലത്ത് സംഭവിച്ചു. നോക്കിയ വീണ്ടും അന്നത്തെ ശക്തമാകുമോ? പ്രധാനമന്ത്രി ഹാരി ഹോൾക്കിരി 2014 ആദ്യത്തെ മൊബൈൽ വാണിജ്യ ഫോൺ GCM ബിസിനസ് കോൾ നടത്തി. മൈക്രോസോഫ്റ്റിന്റെ ആ കോൾ കൈമാറിയപ്പോൾ നടത്താൻ ഉപയോഗിച്ച പലരും നെറ്റ്വർക്ക് ഒരു കാര്യം നോക്കിയ ഉറപ്പിച്ചു: നിർമ്മിച്ച നോക്കിയയുടെ സാങ്കേതിക കഥ വിദ്യ ഇവിടെ ഉപയോഗിച്ചായിരുന്നു. അവസാനിച്ചു. ഇതൊരു പക്ഷേ നോക്കിയയുടെ പരസ്യമല്ലായിരുന്നു, ഇത് ഓഫീസുകളിൽ അന്ന് ചരിത്രമായിരുന്നു. നടന്ന ചർച്ചകൾ ആ ദിവസം മറ്റൊന്നായിരുന്നു. മൊബൈൽ അവൻ കമ്മ്യൂണിക്കേഷന്റെ ചോദിച്ചു, പുതിയ യുഗം ഇനി ആരംഭിച്ചു. നമുക്ക് എന്ത് നോക്കിയ ചെയ്യാം? ഇപ്പോൾ രണ്ട് ഒരു കാര്യങ്ങൾ കാര്യം ചെയ്തു. നോക്കിയയ്ക്ക് ഒന്ന്, വ്യക്തമായിരുന്നു. നെറ്റ്വർക്ക് നിർമ്മിച്ചു. അവർ ചോദിച്ചു, രണ്ട്, ഇനി അതിൽ നമുക്ക് എന്ത് പ്രവർത്തിക്കുന്ന ചെയ്യാം? ഫോണുകൾ നിർമ്മിച്ചു. ഒരു കാര്യം ഇതാണ് നോക്കിയയ്ക്ക് അവരെ വ്യക്തമായിരുന്നു. മത്സരക്കാരിൽ നിന്ന് ലോകം സ്മാർട്ട് വ്യത്യസ്തരാക്കിയത്. ഫോണുകളെ കുറിച്ച് മോട്ടോറോള സംസാരിക്കുമ്പോൾ മികച്ച പോലും ഫോണുകൾ ആ നിർമ്മിച്ചു. ഫോണുകൾ പ്രവർത്തിക്കാൻ പക്ഷേ ആവശ്യമായ നോക്കിയ ഒരു അടിസ്ഥാന സമ്പൂർണ്ണ സൗകര്യങ്ങൾ സംവിധാനം നിർമ്മിക്കുന്ന കമ്പനികൾ നിർമ്മിക്കുകയായിരുന്നു. വളരെ കുറവാണ്. ഫോൺ, ആ മേഖലയിൽ നോക്കിയയ്ക്ക് നെറ്റ്വർക്ക്, പതിറ്റാണ്ടുകളുടെ സോഫ്റ്റ്വെയർ പരിചയം എല്ലാം. ഉണ്ടായിരുന്നു. അതിനാൽ അവർ 1992 മുഴുവൻ ശ്രദ്ധ നോക്കിയ തിരിച്ചു. പുറത്തിറക്കി. ടെലികോം നോക്കിയ നെറ്റ്വർക്കുകൾ, 1011. ബേസ് സ്റ്റേഷനുകൾ, ഇത് ലോകത്തിലെ ഫൈബർ ആദ്യത്തെ സംവിധാനങ്ങൾ, വൻതോതിൽ 5G നിർമ്മിച്ച സാങ്കേതിക GCM വിദ്യ, മൊബൈൽ ഫോണുകളിൽ ക്ലൗഡ് ഒന്നായിരുന്നു. നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ. ഇന്ന് നോക്കുമ്പോൾ 2015 അതിന് ചെറിയ നോക്കിയ സ്ക്രീൻ, ഒരു ചെറിയ ചരിത്രപരമായ മെമ്മറി, തീരുമാനമെടുത്തു. വലിയ ഫ്രഞ്ച് ആന്റിന. കമ്പനി പക്ഷേ അൽക്കേറ്റൽ-ലൂസൻ അന്നത്തെ ഏറ്റെടുത്തു. ഭാവിയിൽ ഈ നിന്നെത്തിയ ഇടപാടിന്റെ മൂല്യം ഏകദേശം ആളുകൾ 15.6 ബില്യൺ യൂറോ വയറില്ലാതെ ആയിരുന്നു. എവിടെ നിന്നും ഈ ഏറ്റെടുക്കലിലൂടെ ലോക ഇവിടെ പ്രശസ്തമായ നോക്കിയ ബെൽ മറ്റൊരു ലാബ്സ് ബുദ്ധിപരമായ നോക്കിയയുടെ തീരുമാനമെടുത്തു. ഭാഗമായി. അവർ ഫോൺ ട്രാൻസിസ്റ്റർ, നിർമ്മിക്കുമ്പോൾ ലേസർ, എഞ്ചിനീയർമാരോട് വിവര ഒരു സാങ്കേതിക ചോദ്യം വിദ്യയിലെ മാത്രം നിരവധി ചോദിച്ചു. ചരിത്രപരമായ ഈ ഫോൺ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കാൻ എളുപ്പമാണോ? ബെൽ ലാബ്സിൽ നിന്നാണ് അന്ന് പല വന്നത്. കമ്പനികളും അത് നോക്കിയയ്ക്ക് കൂടുതൽ ഒരു പുതിയ ബട്ടണുകൾ, ഗവേഷണ കൂടുതൽ ശക്തി നൽകി. ഫീച്ചറുകൾ, നിങ്ങൾ കൂടുതൽ ഇന്ന് ഒരു സങ്കീർണ്ണത 5G നെറ്റ്വർക്ക് ഇവയിലായിരുന്നു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ. അതിന് പക്ഷേ പിന്നിൽ നോക്കിയ പ്രവർത്തിക്കുന്ന മറ്റൊരു വഴി ഉപകരണങ്ങളിൽ തിരഞ്ഞെടുത്തു. നോക്കിയയുടെ വലിയ സാങ്കേതിക ബട്ടണുകൾ, വിദ്യ ഉണ്ടാകാൻ വ്യക്തമായ സാധ്യതയുണ്ട്. മെനു, ലളിതമായ ലോകമെമ്പാടുമുള്ള ഉപയോഗം, ടെലികോം ആർക്കും ഓപ്പറേറ്റർമാർക്ക് പഠിക്കാതെ അവർ ഉപയോഗിക്കാവുന്ന നൽകുന്നത് ഫോൺ. 5G ഇന്ന് റേഡിയോ അത് സാധാരണ എക്വിപ്മെന്റ്, കാര്യമായി നെറ്റ്വർക്ക് തോന്നാം. കോൾ സിസ്റ്റംസ്, പക്ഷേ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, 1990-കളിൽ ഇത് പ്രൈവറ്റ് വലിയ വയർലെസ് നെറ്റ്വർക്ക്, നവീകരണമായിരുന്നു. ഇൻഡസ്ട്രിയൽ അവർ കണക്ടിവിറ്റി മറ്റൊരു കാര്യം കൂടി സൊല്യൂഷൻസ്. മനസ്സിലാക്കി. അർത്ഥം, ആളുകൾക്ക് നോക്കിയ ഇന്ന് സാങ്കേതിക നിങ്ങളുടെ വിദ്യ കയ്യിലെ ഫോൺ വേണ്ടതല്ല. നിർമ്മിക്കുന്നില്ല, അവർക്ക് എളുപ്പത്തിൽ പക്ഷേ ആ ഉപയോഗിക്കാവുന്ന ഫോൺ സാങ്കേതിക ലോകവുമായി വിദ്യയാണ് ബന്ധിപ്പിക്കുന്ന വേണ്ടത്. അടിസ്ഥാന ഈ ഒരു സംവിധാനം ചിന്ത നിർമ്മിക്കുന്നു. നോക്കിയയുടെ ഇപ്പോൾ ഓരോ ലോകം ഫോണിലും മറ്റൊരു പ്രതിഫലിച്ചു. വലിയ മാറ്റത്തിലേക്ക് പക്ഷേ കടക്കുകയാണ്. ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ നല്ല ഫോൺ ഇന്റലിജൻസ്. മാത്രം നിർമ്മിച്ചാൽ എ മതിയോ? പ്രവർത്തിക്കാൻ അല്ല. ആവശ്യമായത് ആളുകളുടെ വമ്പൻ മനസ്സിൽ ഡാറ്റാ ഇടം സെന്ററുകൾ, നേടണം. അതെങ്ങനെ അതിവേഗ ചെയ്യും? നെറ്റ്വർക്കുകൾ, കുറഞ്ഞ നോക്കിയ ലേറ്റൻസി, അതിനും ഒരു വിശ്വസനീയമായ ഉത്തരമുണ്ടാക്കി. ടെലികോം അവർ അടിസ്ഥാന ഒരു സൗകര്യം. പരസ്യവാചകം ഈ തിരഞ്ഞെടുത്തു. മേഖലകളിൽ നോക്കിയ ലോകം വീണ്ടും ഇന്നും നിക്ഷേപം മറക്കാത്ത ഒരു വർദ്ധിപ്പിക്കുകയാണ്. വാചകം. അവർ ഇപ്പോൾ Connecting AI people. സഹായത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് വാക്കുകൾ നെറ്റ്വർക്ക് മാത്രം. മാനേജ്മെന്റ് പക്ഷേ സംവിധാനങ്ങളിലും അത് വെറും പ്രവർത്തിക്കുന്നു. മാർക്കറ്റിംഗ് അല്ലായിരുന്നു. നോക്കിയ ഇന്ന് ജീവിച്ചിരിക്കുന്നു, ഒരു കുടുംബം, പക്ഷേ രണ്ട് അവർ സുഹൃത്തുക്കൾ, വീണ്ടും രണ്ട് ലോകത്തിലെ രാജ്യങ്ങൾ, ഏറ്റവും വലിയ രണ്ട് ഉപഭോക്തൃ ടെക് തലമുറകൾ. ബ്രാൻഡ് ആകുമോ? അവരെ അത് ബന്ധിപ്പിക്കുകയാണ് വളരെ ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ്. ദൗത്യം. കാരണം അതാണ് ആ ആപ്പിൾ, വാചകത്തിന്റെ അർത്ഥം. സാംസങ്, ആളുകൾ ഗൂഗിൾ നോക്കിയയെ തുടങ്ങിയ ഒരു കമ്പനികൾ കമ്പനിയായി മാത്രം ഇതിനകം കണ്ടില്ല. ഒരു വലിയ അവരെ എക്കോസിസ്റ്റം ബന്ധിപ്പിക്കുന്ന ഒരു സൃഷ്ടിച്ചു കഴിഞ്ഞു. ബ്രാൻഡായി കണ്ടു. എന്നാൽ ഇതിനിടയിൽ നോക്കിയയ്ക്ക് ഇപ്പോഴും ഒരു ലോകമെമ്പാടും വലിയ GCM ശക്തിയുണ്ട്: നെറ്റ്വർക്ക് അതിവേഗം ടെലികോം വ്യാപിച്ചു. നെറ്റ്വർക്കുകളിലെ ഓരോ പുതിയ ആഴത്തിലുള്ള രാജ്യത്തും അനുഭവം. നോക്കിയയുടെ അവസരങ്ങൾ നോക്കിയയുടെ വർദ്ധിച്ചു. കഥ വെറും അവരുടെ ഒരു വിൽപ്പന കമ്പനിയുടെ കുതിച്ചുയർന്നു. ഉയർച്ചയും തകർച്ചയുമല്ല, പക്ഷേ അത് ഇതെല്ലാം 3 ഒരു വലിയ തുടക്കം പാഠങ്ങൾ മാത്രമായിരുന്നു. പറയുന്നു. കാരണം പാഠം 1: അടുത്ത ഏതാനും ഇന്ന് വർഷങ്ങൾക്കുള്ളിൽ വിജയിക്കുന്നത് കൊണ്ട് നോക്കിയ നാളെ പുറത്തിറക്കാൻ പോകുന്ന ചില സുരക്ഷിതരാകില്ല. ഫോണുകൾ പാഠം വെറും 2: മാറുന്ന ഉൽപ്പന്നങ്ങളായിരിക്കില്ല. സാങ്കേതിക അവ വിദ്യയെ നേരത്തെ സംസ്കാരത്തിന്റെ മനസ്സിലാക്കണം. ഭാഗമാകും. ഒരു പാഠം ഫോൺ 3: ലോകത്തിലെ ഒരു കമ്പനി കോടിക്കണക്കിന് തകർന്നാലും ആളുകളുടെ ശരിയായ കൈകളിലെത്തും. മേഖല ഇന്നും അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വീണ്ടും എക്കാലത്തെയും ഉയരാം. മികച്ച ഫോൺ എന്ന ഒരു പട്ടികയിൽ കാലത്ത് ഇടം പിടിക്കുന്നു. ലോകത്തിലെ അതിന്റെ ഓരോ പേര് 10 ഫോണിലും നോക്കിയ 4 എണ്ണം നോക്കിയായിരുന്നു. 3310. ഇന്ന് അവർ ഫോണുകൾ 1990-കളുടെ വിൽക്കുന്നില്ല, മധ്യത്തിലേക്ക് ലോകം പക്ഷേ കടക്കുകയായിരുന്നു. ലോകം സംസാരിക്കുന്ന മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളുടെ ഇനി പിന്നിൽ സമ്പന്നരുടെ ഇപ്പോഴും അവരുടെ ആഡംബര സാങ്കേതിക വസ്തുവായി വിദ്യ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സാധാരണ ഈ ആളുകളും കഥ ഇവിടെ ബിസിനസ്സുകാരും അവസാനിക്കുന്നില്ല. വിദ്യാർത്ഥികളും അടുത്ത ഭാഗത്തിൽ ഡോക്ടർമാരും നോക്കിയയുടെ എല്ലാവരും ഉയർച്ചയും ഒരു ചോദ്യം തകർച്ചയും ചോദിക്കാൻ തുടങ്ങി. ആപ്പിൾ, ഏത് സാംസങ്, ഫോൺ ഗൂഗിൾ വാങ്ങണം? എന്നീ ആ കമ്പനികളുടെ ചോദ്യത്തിന് ഉയർച്ചയുമായി ലോകത്തിന്റെ അതെങ്ങനെ പല ഭാഗങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരേ എന്ന് നമുക്ക് നോക്കാം. ഉത്തരമായിരുന്നു: നോക്കിയ. ചരിത്രത്തിൽ ഒരു ഒരാളുടെ കാര്യം വീഴ്ച വളരെ നേരത്തെ മറ്റൊരാളുടെ മനസ്സിലാക്കിയിരുന്നു. ഉയർച്ചയ്ക്ക് ആളുകൾ വഴിയൊരുക്കാറുണ്ട്. ഒരു ഫോൺ വാങ്ങുമ്പോൾ 2010 അവർ വെറും നോക്കിയ സാങ്കേതിക പിന്നോട്ട് വിദ്യയല്ല പോകാൻ വാങ്ങുന്നത്. തുടങ്ങി. അവർ അതേസമയം വിശ്വാസമാണ് 3 വാങ്ങുന്നത്. കമ്പനികൾ അതുകൊണ്ടാണ് മുന്നോട്ട് അവർ ഒരു കുതിക്കുകയായിരുന്നു: തീരുമാനമെടുത്തത്. ആപ്പിൾ, ഓരോ ഗൂഗിൾ, നോക്കിയ ഫോണും സാംസങ്. ഇവർ ലളിതമായിരിക്കണം, 3 പേരും ഒരേ ശക്തമായിരിക്കണം, വിപണിയിലായിരുന്നു. പക്ഷേ വിശ്വസനീയമായിരിക്കണം. അവരുടെ വിജയത്തിന്റെ ഇന്ന് നമ്മൾ കാരണം ദിവസവും ഒരുപോലെ ഫോൺ ആയിരുന്നില്ല. ചാർജ് ചെയ്യുന്നു. ആപ്പിളിന് അന്ന് ആദ്യ നോക്കിയയുടെ ഐഫോൺ ഒരു പുറത്തിറക്കുമ്പോൾ ചാർജ് 3 ലോകത്തിലെ ദിവസമോ ഏറ്റവും 5 വലിയ ദിവസമോ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ചയോ ഏറ്റവും വരെ കൂടുതൽ നീണ്ടു മോഡലുകളും നിൽക്കുമായിരുന്നു. ഉണ്ടായിരുന്നില്ല. ഇത് വെറും എന്നാൽ ബാറ്ററിയുടെ അവർ കാര്യമല്ല. ഒരു കാര്യം അവർ ചെയ്തു: വളരെ ഹാർഡ്വെയർ, കാര്യക്ഷമമായ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിലാണ് വികസിപ്പിച്ചത്. സർവീസസ് എല്ലാം ഒരേ കമ്പനിയുടെ നിയന്ത്രണത്തിലാക്കി. കോടിക്കണക്കിന് അതുകൊണ്ട്
ചെയ്യേണ്ടി ഐഫോൺ വരുമോ? വാങ്ങുന്ന ഒരാൾക്ക് പക്ഷേ അന്ന് ഫോൺ മാത്രം ഫോണിന്റെ കിട്ടില്ല. പ്രധാന ആപ്പ് ജോലി സ്റ്റോർ, കോൾ ചെയ്യുക, ഐക്ലൗഡ്,
ഫേസ് SMS ടൈം, അയക്കുക, ഐ മെസ്സേജ്, അത്രമാത്രം. പിന്നീട് ആപ്പിൾ വാച്ച്, അതിനാൽ എയർപോർട്ട്, ബാറ്ററി വളരെ മാക്ബുക്ക് കുറച്ച് എല്ലാം വൈദ്യുതി ഒരുമിച്ച് മാത്രമാണ് പ്രവർത്തിച്ചു. ഉപയോഗിച്ചിരുന്നത്. ഇതാണ് എക്കോസിസ്റ്റം. നോക്കിയയുടെ മറ്റൊരു ആളുകൾ പ്രത്യേകത ഒരു ഫോൺ ദൃഢത. വാങ്ങിയില്ല, ഒരു ലോകത്തിന്റെ പല ലോകത്തേക്കാണ് അവർ ഭാഗങ്ങളിലും ഒരു പ്രവേശിച്ചത്. തമാശയുണ്ടായിരുന്നു. ഗൂഗിളിന്റെ നോക്കിയ ഏറ്റവും താഴെ വലിയ വീണാൽ ബുദ്ധി നിലം ആൻഡ്രോയിഡ് പൊട്ടും. സൗജന്യമായി നൽകുകയായിരുന്നു. തീർച്ചയായും അത് സാംസങ്, തമാശയാണ്. സോണി, പക്ഷേ ആ മോട്ടോറോള, തമാശ എൽ ഉണ്ടാകാൻ ജി, വൺ കാരണമുണ്ടായിരുന്നു. പ്ലസ്, അവരുടെ വിവോ, ഫോണുകൾ ഓപ്പോ അത്ര എല്ലാവരും ശക്തമായിരുന്നു. ആൻഡ്രോയിഡ് ഉപയോഗിച്ചു. പലരും അബദ്ധത്തിൽ ഗൂഗിൾ താഴെ ഓരോ ഫോണും വീഴ്ത്തി. വിറ്റില്ല, മഴയിൽ പക്ഷേ നനഞ്ഞു. ഓരോ പൊടി നിറഞ്ഞ ആൻഡ്രോയിഡ് സ്ഥലങ്ങളിൽ ഫോണിലും ഉപയോഗിച്ചു. ഗൂഗിൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത് അവ ടെക് പ്രവർത്തിച്ചു. ചരിത്രത്തിലെ ഇത് ഏറ്റവും ശക്തമായ യാദൃശ്ചികമല്ല. ബിസിനസ് മോഡലുകളുടെ നോക്കിയയുടെ ഒന്നായി ഡിസൈൻ മാറി. ടീമിന് ഒരു വ്യക്തമായ സാംസങ്ങിന് സ്വന്തം ലക്ഷ്യമുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് ഈ സിസ്റ്റം ഫോൺ ഉണ്ടായിരുന്നു, വർഷങ്ങളോളം പക്ഷേ നിലനിൽക്കണം. ആൻഡ്രോയിഡ് അവർ വിജയിക്കുമെന്ന് വില കുറഞ്ഞ മനസ്സിലായപ്പോൾ പ്ലാസ്റ്റിക് അവർ ഉപയോഗിച്ചില്ല. പിടിവാശി കാണിച്ചില്ല. ഗുണനിലവാരത്തിൽ വേഗത്തിൽ വിട്ടുവീഴ്ച ആൻഡ്രോയിഡ് ചെയ്തില്ല. സ്വീകരിച്ചു. അതാണ് ഓരോ ആളുകളുടെ വിലയിലും വിശ്വാസം ഫോൺ നേടിയത്. പുറത്തിറക്കി. ഇതിനിടയിൽ 10,000 മുതൽ SMS 1 എന്ന ലക്ഷത്തിന് പുതിയ മുകളിലേക്കും സംസ്കാരം ഓരോ ലോകമെമ്പാടും വളരാൻ ഉപഭോക്താവിനും തുടങ്ങി. ഒരു ഒരു സാംസങ് മെസ്സേജ് ഫോൺ അയക്കുക, ഉണ്ടായിരുന്നു. മറുപടി അതാണ് ലഭിക്കുക. അവരുടെ ഇത് ഏറ്റവും വലിയ യുവാക്കളുടെ ശക്തി. ജീവിതത്തിന്റെ നോക്കിയ ഭാഗമായിരുന്നു. ഇപ്പോഴും നോക്കിയയുടെ സിംപിയൻ കീപാഡ് മെച്ചപ്പെടുത്തുകയായിരുന്നു. വളരെ പിന്നീട് സൗകര്യപ്രദമായിരുന്നു. മീഗോ, ആളുകൾ അതിനുശേഷം കണ്ണടച്ചു പോലും വിൻഡോസ് ടൈപ്പ് ഫോൺ. ചെയ്യുമായിരുന്നു. അവർ ഓപ്പറേറ്റിംഗ് ഇന്നും സിസ്റ്റം ചിലർ മാറ്റിക്കൊണ്ടിരുന്നു, പറയാറുണ്ട്, പക്ഷേ നോക്കിയയുടെ കീപാഡിന്റെ മനസ്സിലാക്കാൻ സ്പീഡിൽ ഇന്ന് എക്കോസിസ്റ്റം ടച്ച് സ്ക്രീനിലും വളർത്തുകയായിരുന്നു. ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. 1998 ഒരു 2008 ചരിത്രം ശേഷം എഴുതപ്പെട്ടു. ഡെവലപ്പർമാർ വർഷങ്ങളായി ഒരു മൊബൈൽ ലോകം തീരുമാനമെടുത്തു. ഭരിച്ചിരുന്ന ആദ്യം മോട്ടോറോളയെ ഐഫോൺ ആപ്പ്, പിന്തള്ളി. പിന്നീട് നോക്കിയ ആൻഡ്രോയിഡ് ആപ്പ്, ലോകത്തിലെ വിൻഡോസ് ഏറ്റവും ഫോൺ, വലിയ മൊബൈൽ പിന്നീട് ഫോൺ നോക്കാം. നിർമ്മാതാവായി. ഇത് ചെറിയ ചെറിയ കാര്യമല്ല, നേട്ടമായിരുന്നില്ല. കാരണം ആപ്സ് അമേരിക്കൻ ഇല്ലെങ്കിൽ കമ്പനിയെ മികച്ച പിന്നിലാക്കി ഹാർഡ്വെയറും വിലയില്ല. ഫിൻലാൻഡ് എന്ന ചെറിയ ഉപഭോക്താക്കൾക്ക് രാജ്യത്തിലെ ഒരു ഇൻസ്റ്റഗ്രാം കമ്പനി വേണം, ലോകത്തിന്റെ വാട്സ്ആപ്പ് വേണം, ഒന്നാം സ്ഥാനത്തെത്തി. ഫേസ്ബുക്ക് വേണം, ബാങ്കിംഗ് ഫിൻലാൻഡുകാർക്ക് ആപ്സ് ഇത് വേണം, അഭിമാന ഗെയിംസ് വേണം. നിമിഷമായിരുന്നു. ഒരു ഇവയില്ലെങ്കിൽ ഘട്ടത്തിൽ ആളുകൾ ഫോൺ ഫിൻലാൻഡിന്റെ വാങ്ങില്ല. സമ്പദ് വ്യവസ്ഥയിൽ 2007 ഏത് നോക്കിയയുടെ കമ്പനിയുടെ സ്വാധീനം ഫോൺ, അത്ര വലുതായിരുന്നു. 2013 ഏത് രാജ്യത്തിന്റെ ഓപ്പറേറ്റിംഗ് കയറ്റുമതിയിലും സിസ്റ്റം, ഗവേഷണ ഇതാണ് നിക്ഷേപങ്ങളിലും നോക്കിയ വൈകി തൊഴിലവസരങ്ങളിലും മനസ്സിലാക്കിയത്. നോക്കിയ വലിയ 2010 പങ്ക് വഹിച്ചു. സാംസങ്ങിന്റെ ചില സ്മാർട്ട് ഫോൺ വിപണി സാമ്പത്തിക വളരെ വിദഗ്ധർ പിന്നീട് ചെറുതായിരുന്നു. പറഞ്ഞു, 5 ഒരു വർഷങ്ങൾക്കുള്ളിൽ കാലത്ത് ഫിൻലാൻഡും സാംസങ് നോക്കിയയും ലോകത്തിലെ ഏറ്റവും വേർതിരിച്ച് വലിയ ചിന്തിക്കാൻ ആൻഡ്രോയിഡ് പോലും നിർമ്മാതാവായി. കഴിയില്ലായിരുന്നു. അതേസമയം അതിനുശേഷം നോക്കിയ ഒരു ഫോൺ ലോകത്തിലെ പുറത്തിറങ്ങി. 1-ാം സ്ഥാനത്ത് ഇന്നും നിന്ന് ലോകത്തിലെ വിപണിയിൽ ഏറ്റവും നിന്ന് തന്നെ പ്രശസ്തമായ അപ്രത്യക്ഷമായി. ഫോണുകളിൽ ഒന്നായി ടെക് ലോകത്ത് കണക്കാക്കപ്പെടുന്ന 5 ഫോൺ വർഷം മതി ഒരു നോക്കിയ രാജാവിനെ മാറ്റാൻ. 3310. ഇന്നും ടെക് 2000 ലോകത്ത് പുറത്തിറങ്ങിയ ഏറ്റവും ഈ കൂടുതൽ ഫോൺ ചർച്ച ചെയ്യപ്പെടുന്ന വെറുമൊരു വാട്ട് ഇഫ് ഉൽപ്പന്നമായിരുന്നില്ല, ചോദ്യങ്ങളിൽ ഒരു ഒന്നിതാണ്. പ്രതിഭാസമായിരുന്നു. നോക്കിയ ലളിതമായ 2009 ഡിസൈൻ, അസാധാരണ ആൻഡ്രോയിഡ് ബാറ്ററി, സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ത് ദൃഢമായ സംഭവിക്കുമായിരുന്നു? ബോഡി, എളുപ്പമുള്ള ഒരുപക്ഷെ മെനു, സാംസങ് എല്ലാത്തിനുമുപരി ഇന്നുള്ള സ്ഥാനത്ത് ആളുകൾക്ക് നോക്കിയ ഒരിക്കലും ഉണ്ടായേനെ. മറക്കാനാകാത്ത ഒരു ഒരുപക്ഷെ ഗെയിം. സ്നേക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ, ആൻഡ്രോയിഡ് ഫോണുകൾ ഓഫീസുകളിൽ, ബസ് നോക്കിയ എന്ന സ്റ്റാൻഡുകളിൽ, പേരിലായിരുന്നേനെ. ട്രെയിനുകളിൽ പക്ഷേ അത് വെറും ലോകമെമ്പാടും ഒരു ആളുകൾ സാധ്യത പാമ്പ് മാത്രമാണ്. കളിച്ചു. ഒരു ചരിത്രം ചെറിയ ഗെയിം നടന്ന ഒരു കാര്യങ്ങളാണ് എഴുതുന്നത്, തലമുറയുടെ ഓർമ്മയായി നടക്കാമായിരുന്ന മാറി. കാര്യങ്ങളല്ല. 2000കളുടെ നോക്കിയയുടെ തുടക്കത്തിൽ കഥ നോക്കിയ ഒരു വെറും കമ്പനിയുടെ ഒരു പരാജയത്തിന്റെ കഥയല്ല, കമ്പനിയല്ലായിരുന്നു. അതൊരു മാറുന്ന വികാരമായിരുന്നു. ലോകത്ത് മാറാൻ ഒരു വീട്ടിൽ വൈകിയ ഫോൺ ഒരു വാങ്ങിയാൽ വിജയുടെ അത് കഥയാണ്. നോക്കിയ. അവരുടെ ഒരു പേര് കടയിൽ ഇന്നും ഏറ്റവും ജീവിക്കുന്നു. കൂടുതൽ അവരുടെ വിറ്റുപോയത് സാങ്കേതിക നോക്കിയ. വിദ്യ ഒരു ഇന്നും പുതിയ ലോകത്തിന്റെ മോഡൽ ഇറങ്ങിയാൽ നെറ്റ്വർക്കുകളിൽ ആളുകൾ പ്രവർത്തിക്കുന്നു. കാത്തിരുന്നു. അവരുടെ എല്ലാം യാത്ര നോക്കിയയ്ക്ക് ഇന്നും ലോകത്തിലെ അനുകൂലമായിരുന്നു. ഏറ്റവും വലിയ അവർക്ക് ബിസിനസ് പഠനങ്ങളിൽ പണമുണ്ടായിരുന്നു, ഒന്നായി പ്രതിഭയുള്ള പഠിപ്പിക്കപ്പെടുന്നു. എഞ്ചിനീയർമാർ കാരണം ഉണ്ടായിരുന്നു. ഒരു ലോകത്തിലെ കമ്പനി എങ്ങനെ ഏറ്റവും വലിയ വിജയിച്ചു വിപണി എന്നത് വിഹിതമുണ്ടായിരുന്നു. അറിയുന്നത് പ്രധാനമാണ്. എല്ലാം അവരുടെ പക്ഷേ കൈകളിലായിരുന്നു. എന്തുകൊണ്ടാണ് പക്ഷേ അത് പിന്നീട് ചരിത്രം നമ്മളെ പിന്നിലായത് വീണ്ടും എന്ന് വീണ്ടും മനസ്സിലാക്കുന്നതാണ് പഠിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സത്യമുണ്ട്. പാഠം. ഏറ്റവും അപകടകരമായ സമയം ഒരു കമ്പനി എല്ലാം നേടിയെന്ന് വിശ്വസിക്കുന്ന സമയമാണ്. കാരണം ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ആരും അധികം ശ്രദ്ധിക്കാത്ത 2 കമ്പനികൾ നിശബ്ദമായി ഭാവിയെ നിർമ്മിക്കുകയായിരുന്നു. ഒന്ന് ആപ്പിൾ, മറ്റൊന്ന് ഗൂഗിൾ. അവരുടെ വരവ് നോക്കിയയുടെ ചരിത്രം എന്നേക്കുമായി മാറ്റും. 2003 നോക്കിയയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന്. ലോകത്തിന്റെ ഏത് രാജ്യത്തേക്ക് പോയാലും ഒരു നോക്കിയ ഫോൺ കാണാം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ലാറ്റിൻ അമേരിക്ക, എവിടെയും നോക്കിയ. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ആളുകൾ ആദ്യമായി ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയായിരുന്നു. അതിൽ വലിയൊരു പങ്കും നോക്കിയ. ആ സമയത്ത് കമ്പനി വെറും വിജയിച്ചിരുന്നില്ല, അവർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ലോക മൊബൈൽ വിപണിയുടെ ഏകദേശം 40% നോക്കിയയുടെ കൈകളിലായിരുന്നു. അതൊരു സാധാരണ കണക്കല്ല. അർത്ഥം ലോകത്ത് വിൽക്കുന്ന ഓരോ 10 ഫോണിലും 4 എണ്ണം നോക്കിയ. മത്സരക്കാർ ഉണ്ടായിരുന്നു, മോട്ടോറോള, സോണി എറിക്സൺ, സാംസങ്, IG. പക്ഷേ അവരെല്ലാം നോക്കിയെ പിന്തുടരുകയായിരുന്നു, നോക്കിയെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. നോക്കിയയുടെ ഓഫീസിൽ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് അഹങ്കാരമായിരുന്നോ? അല്ല, അവർക്കതിന് കാരണങ്ങളുണ്ടായിരുന്നു. മികച്ച എഞ്ചിനീയർമാർ, ലോകത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖല, ലക്ഷക്കണക്കിന് വിശ്വസ്ത ഉപഭോക്താക്കൾ, വർഷങ്ങളുടെ അനുഭവം. അവർക്ക് തോന്നി നമ്മൾ ഭാവിയും നിയന്ത്രിക്കും. പക്ഷേ ചരിത്രം ഒരു വിചിത്ര കാര്യം ചെയ്യാറുണ്ട്. അത് ഏറ്റവും വലിയ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അതേസമയം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു ചെറിയ സംഘം മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കുകയായിരുന്നു. ഫോൺ എന്നത് ശരിക്കും എന്താണ്? മിക്ക കമ്പനികളും ചോദിച്ചത് അടുത്ത ഫോൺ എങ്ങനെ മെച്ചപ്പെടുത്താം. പക്ഷേ ഒരു കമ്പനി ചോദിച്ചത്
ഫോൺ എന്ന ആശയം തന്നെ മാറ്റിയാലോ? ആ കമ്പനി ആപ്പിൾ. ആ സമയത്ത് ആപ്പിൾ ഒരു വലിയ കമ്പനി അല്ലായിരുന്നു. അവർ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചു. പിന്നീട് ഐപോഡ് എന്ന മ്യൂസിക് പ്ലെയർ പുറത്തിറക്കി. അത് വിജയിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ ആരും അവര് ഗൗരവമായി എടുത്തില്ല, നോക്കിയ ഉൾപ്പെടെ. കാരണം ഫോൺ നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെറ്റ്വർക്ക് മനസ്സിലാക്കണം, റേഡിയോ സാങ്കേതിക വിദ്യ അറിയണം, ബാറ്ററി, ആന്റീന, ലോകമെമ്പാടുമുള്ള ടെലികോം കമ്പനികളുമായി ബന്ധം, ഇതെല്ലാം ഇല്ലാതെ ഒരു ഫോൺ കമ്പനി വിജയിക്കില്ല. നോക്കിയയ്ക്ക് അത് വർഷങ്ങളുടെ അനുഭവത്തിലൂടെ അറിയാമായിരുന്നു. പക്ഷേ ആപ്പിൾ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അവർ ചിന്തിച്ചത് ഫോൺ എന്നത് വെറും സംസാരിക്കാനുള്ള ഉപകരണം മാത്രമല്ല. അതൊരു ചെറിയ കമ്പ്യൂട്ടർ ആകാം, ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സംഗീതം കേൾക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ കാണാം, ഒരു ദിവസം എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമാകാം. ഈ ചിന്ത മറ്റു കമ്പനികളെക്കാൾ വർഷങ്ങൾ മുന്നിലായിരുന്നു. നോക്കിയയ്ക്കും സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. അവർക്ക് മികച്ച എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അവർ സിംപിയൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചിരുന്നു. അത് അന്നത്തെ കാലത്ത് വളരെ ശക്തമായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. സിംപിയൻ രൂപകൽപ്പന ചെയ്തത് കീപാഡ് ഫോണുകൾക്കായിട്ടാണ്, ടച്ച് സ്ക്രീൻ ലോകത്തിനെയല്ല. ഇതിനിടയിൽ നോക്കിയയുടെ ഉള്ളിൽ മറ്റൊരു പ്രശ്നം വളരുകയായിരുന്നു. ഒരു പുതിയ ആശയം വന്നാൽ അതിന് അംഗീകാരം ലഭിക്കാൻ പല തലങ്ങളിലൂടെ കടന്നു പോകണം. ഒരു തീരുമാനമെടുക്കാൻ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ. പക്ഷെ പുറത്തുള്ള ലോകം അതിവേഗം മാറുകയായിരുന്നു. 2005, 2006 ചില എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകി, ടച്ച് സ്ക്രീൻ ഫോണുകൾ വരും. സോഫ്റ്റ്വെയർ ആണ് ഇനി പ്രധാനമായത്. ഫോണിനേക്കാൾ അനുഭവമാണ് ആളുകൾ വാങ്ങുക. ഈ മുന്നറിയിപ്പുകൾ കേട്ട് റിപ്പോർട്ടുകൾ വായിച്ചു, മീറ്റിംഗുകൾ നടന്നു. പക്ഷേ ആരും അടിയന്തരമായി പ്രവർത്തിച്ചില്ല. കാരണം നോക്കിയ ഇപ്പോഴും നമ്പർ 1 ആയിരുന്നു. വിൽപ്പന റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരുന്നു. എല്ലാം നല്ലതായിരുന്നപ്പോൾ ആർക്കാണ് അപകടം കാണാൻ കഴിയുക? പിന്നീട് 2007 ജനുവരി, അമേരിക്കയിലെ ഒരു വേദിയിൽ കറുത്ത ടർട്ടിൽ നെക്ക് ധരിച്ച ഒരാൾ കയ്യിലൊരു ഉപകരണം പിടിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ടുഡേ ആപ്പിൾ ഈസ് ഗോയിങ് ടു റീഇൻവെന്റ് ദ ഫോൺ. ആ വേദിയിൽ ഇരുന്നവർക്ക് പോലും ആ നിമിഷം ലോക ചരിത്രം മാറുകയാണെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ആ ദിവസം നോക്കിയയുടെ ഉയർച്ചയുടെ അവസാന അധ്യായവും തകർച്ചയുടെ ആദ്യ അധ്യായവും ഒരേ സമയം ആരംഭിച്ചു. ആ വേദിയിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഐഫോൺ വെറും ഒരു ഫോൺ മാത്രമല്ലാതെ ഒരു വിപ്ലവമായത്? നമുക്ക് അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. 2007 ജനുവരി 9, അമേരിക്കയിലെ കാലിഫോർണിയ മാക് വേൾഡ് കോൺഫറൻസ് ഹാളിൽ ആയിരക്കണക്കിന് ആളുകൾ, ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ. പലരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. വേദിയിലേക്കെത്തി സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ 3 വിപ്ലവകരമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നു. ആദ്യത്തേത് ഒരു പുതിയ ഐപോഡ്, രണ്ടാമത്തേത് ഒരു വിപ്ലവകരമായ മൊബൈൽ ഫോൺ, മൂന്നാമത്തേത് ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള ഒരു പുതിയ ഉപകരണം. ആളുകൾ കൈയടിച്ചു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ സ്റ്റീവ് ജോബ് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവ 3 ഉപകരണങ്ങളല്ല, ഇതെല്ലാം ഒരു ഉപകരണമാണ്, ഐഫോൺ. ഹാളിൽ നിശബ്ദത. പിന്നീട് ഒച്ചത്തിൽ കൈയടി. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രൊഡക്റ്റ് ലോഞ്ചുകളിൽ ഒന്ന് അവിടെ ജനിച്ചു. നോക്കിയയുടെ ഓഫീസിൽ ആ അവതരണം ശ്രദ്ധയോടെ കണ്ടവരുണ്ടായിരുന്നു. ആദ്യ പ്രതികരണം, ഇത് വളരെ വില കൂടിയതാണ്, ബാറ്ററി പോരാ, കീബോർഡ് ഇല്ല, ബിസിനസ് ഉപഭോക്താക്കൾക്ക് ഇത് വാങ്ങില്ല. സാങ്കേതികമായി ഈ അഭിപ്രായങ്ങളിൽ ചിലത് ശരിയായിരുന്നു. ആദ്യ ഐഫോണിന് കുറവുകളുണ്ടായിരുന്നു. 3G ഇല്ലായിരുന്നു, കോപ്പി പേസ്റ്റ് ഇല്ലായിരുന്നു, ആപ്പ് സ്റ്റോർ പോലും ഉണ്ടായിരുന്നില്ല. ക്യാമറയും സാധാരണ നിലവാരത്തിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചരിത്രം മാറ്റിയത്? കാരണം ആപ്പിൾ ഫോൺ വിറ്റില്ല, അവരൊരു അനുഭവം വിറ്റു. നോക്കിയയിൽ നിങ്ങളൊരു ബട്ടൺ അമർത്തും, ആപ്പിളിൽ നിങ്ങൾ സ്ക്രീനിൽ വിരൽ സ്പർശിച്ചു. നോക്കിയയിൽ മെനു തുറക്കാൻ പല ഘട്ടങ്ങൾ, ആപ്പിളിൽ വിരൽ കൊണ്ട് നേരിട്ട് ഐക്കണിൽ തൊടാം. ഇത് ചെറിയ മാറ്റമല്ല, മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ബന്ധം തന്നെ മാറി. നോക്കിയ വർഷങ്ങളായി ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു, ഹാർഡ്വെയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മികച്ച ആന്റീന, ശക്തമായ ബാറ്ററി, ദൃഢമായ ബോഡി, മികച്ച കോൾ നിലവാരം, ഇവയൊക്കെയാണ് വിജയമെന്ന് അവർ കരുതി. പക്ഷേ ആപ്പിൾ മറ്റൊന്ന് തെളിയിച്ചു, സോഫ്റ്റ്വെയർ ആണ് ഭാവി. ഉപഭോക്താക്കൾക്ക് ഇനി ഫോൺ ചെയ്യാൻ മാത്രം ഒരു ഉപകരണം വേണ്ട,
അവർക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം, ഇന്റർനെറ്റ് ഉപയോഗിക്കണം, മാപ്പ് വേണം, ഇമെയിൽ വേണം, സംഗീതം കേൾക്കണം, വീഡിയോ കാണണം, പിന്നീട് ആയിരക്കണക്കിന് ആപ്പുകൾ ഉപയോഗിക്കണം. ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിവേഗവും ലളിതവുമായിരിക്കണം. അവിടെയാണ് സിംബിയൻ പിന്നിലാകാൻ തുടങ്ങിയത്. നോക്കിയയ്ക്ക് സിംബിയൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിന്റെ രൂപകൽപ്പന പഴയ കാലത്തിനായിരുന്നു. പക്ഷേ ഗൂഗിൾ എടുത്ത ഒരു തീരുമാനം ലോകത്തെ മുഴുവൻ മാറ്റി. അവർ ആൻഡ്രോയിഡ് മറ്റുള്ള ഫോൺ നിർമ്മാതാക്കൾക്ക് ഉപയോഗിക്കാൻ നൽകി. സാംസങ്, മോട്ടോറോല, സോണി, LG എല്ലാവർക്കും ഒരേ ശക്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിച്ചു. ഇപ്പോൾ മത്സരം ഒരു കമ്പനിയുമായി ആയിരുന്നില്ല, മുഴുവൻ ആൻഡ്രോയിഡ് ലോകവുമായിരുന്നു. നോക്കിയ ഇപ്പോഴും ഒന്നാം സ്ഥാനത്തായിരുന്നു. വിൽപ്പന ഉണ്ടായിരുന്നു, ലാഭമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എഞ്ചിനീയർമാർക്കിടയിൽ ഒരു ഭയം വളരാൻ തുടങ്ങി. ചിലർ സ്വകാര്യമായി പറയുമായിരുന്നു, നമ്മൾ ഇപ്പോഴും ഫോൺ നിർമ്മിക്കുന്നു, അവർ ഒരു കമ്പ്യൂട്ടറാണ് നിർമ്മിക്കുന്നത്. ഈ വാക്കുകൾ പിന്നീട് സത്യമായി. കാരണം ഉപഭോക്താക്കൾ ഇനി ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നില്ല, അവർ കയ്യിൽ വയ്ക്കാവുന്ന ഒരു കമ്പ്യൂട്ടറാണ് വാങ്ങാൻ തുടങ്ങിയത്. നോക്കിയയ്ക്ക് ഭീഷണി വ്യക്തമായിരുന്നു. അവർക്കും അറിയാമായിരുന്നു വലിയ മാറ്റം വേണമെന്ന്. ചോദ്യം ഒന്ന് മാത്രം: എങ്ങനെ? സിംബിയൻ തുടരണമോ? പുതിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കണമോ? ആൻഡ്രോയിഡ് സ്വീകരിക്കണമോ? അല്ലെങ്കിൽ മറ്റൊരു വഴി തെരഞ്ഞെടുക്കണമോ? നോക്കിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ തീരുമാനങ്ങൾ ഇനി ആരംഭിക്കാനിരിക്കുകയാണ്. ആ തീരുമാനങ്ങളിലൊന്ന് ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നു. ആൻഡ്രോയിഡ് സ്വീകരിക്കാതിരുന്നത് നോക്കിയയുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. 2008 ആപ്പിൾ ഐഫോൺ ലോകത്തെ ഞെട്ടിച്ചു. ഗൂഗിൾ ആൻഡ്രോയിഡ് അവതരിപ്പിച്ചു. സാംസങ്, മോട്ടോറോല തുടങ്ങിയ കമ്പനികൾ ആൻഡ്രോയിഡ് പരീക്ഷിക്കാൻ തുടങ്ങി. ലോകം പതുക്കെ മാറിക്കൊണ്ടിരുന്നു. പക്ഷേ നോക്കിയയുടെ ആസ്ഥാനമായ ഫിൻലാൻഡിലെ എസ്പു ഓഫീസിൽ മറ്റൊരു യുദ്ധം നടക്കുകയായിരുന്നു. അത് പുറത്തുള്ള കമ്പനികളുമായിരുന്നില്ല, അത് കമ്പനിക്കുള്ളിലെ ആശയങ്ങളുമായുള്ള യുദ്ധമായിരുന്നു. ഒരു വിഭാഗം പറഞ്ഞു, സിംബിയൻ മതിയാകും, കുറച്ച് മെച്ചപ്പെടുത്തിയാൽ മതി. മറ്റൊരു വിഭാഗം പറഞ്ഞു, ഇല്ല, പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. മൂന്നാമത്തെ വിഭാഗം ചോദിച്ചു, ആൻഡ്രോയിഡ് ഉപയോഗിച്ചാൽ പോരെ? ഈ മൂന്ന് അഭിപ്രായങ്ങളും ഒരേ സമയം കമ്പനിക്കുള്ളിൽ നിലനിന്നു. പക്ഷെ ഒരൊറ്റ തീരുമാനം ഉണ്ടാകാൻ വൈകി. ഇവിടെയാണ് നോക്കിയയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് മികച്ച എഞ്ചിനീയർമാർ ഉണ്ടായിരുന്നു, പക്ഷെ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ ആശയം അംഗീകരിക്കാൻ അനവധി മീറ്റിംഗുകൾ, അനവധി റിപ്പോർട്ടുകൾ, അനവധി അംഗീകാരങ്ങൾ. ചില എഞ്ചിനീയർമാർ പിന്നീട് ഓർത്തു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രശ്നം അറിയാമായിരുന്നു, പക്ഷേ അത് പരിഹരിക്കാൻ സംഘടന വളരെ മന്ദഗതിയിലായിരുന്നു. അതിനിടെ നോക്കിയ ഒരു പുതിയ പദ്ധതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ പേര് മീഗോ. ഇന്റലും നോക്കിയയും ചേർന്നാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്. ലക്ഷ്യം വളരെ വലുതായിരുന്നു. വെറും മൊബൈൽ ഫോൺ അല്ല, ടാബ്ലറ്റുകൾ, കാറുകൾ, ഭാവിയിലെ സ്റ്റാർട്ടപ്പ് ഉപകരണങ്ങൾ എല്ലാം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ആധുനിക സിസ്റ്റം. എഞ്ചിനീയർമാർക്ക് ഈ പദ്ധതി ഏറെ പ്രതീക്ഷ നൽകി, കാരണം ഇത് സിംബിയനേക്കാൾ ആധുനികമായിരുന്നു. ടച്ച് സ്ക്രീനായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. 2010 മീഗോ ഉപയോഗിച്ച ആദ്യ പ്രധാന ഫോൺ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. ആ ഫോണിന്റെ പേര് നോക്കിയ N9. ഇന്ന് ടെക് ചരിത്രം പഠിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, N9 അതിന്റെ കാലത്തേക്കാൾ മുന്നിലായിരുന്ന ഒരു ഫോണായിരുന്നു. മികച്ച ഡിസൈൻ, സ്വൈപ്പ് നേവിഗേഷൻ, വളരെ മനോഹരമായ യൂസർ ഇൻഫറൻസ്. ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിൽ സാധാരണമായ ചില ആശയങ്ങൾ അന്ന് N9 ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നോക്കിയയുടെ നേതൃത്വം മീഗോയിൽ പൂർണ്ണ വിശ്വാസം കാണിച്ചില്ല. അതേസമയം ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് വേഗത്തിൽ വളരുകയായിരുന്നു. സാംസങ് ഓരോ വർഷവും പുതിയ ആൻഡ്രോയിഡ് ഫോണുകൾ പുറത്തിറക്കി. ഡെവലപ്പർമാർ ആൻഡ്രോയിഡിലേക്ക് ആപ്സ് നിർമ്മിക്കാൻ തുടങ്ങി. ആപ്പ് സ്റ്റോർ പോലെ ഗൂഗിൾ പ്ലേയും വളർന്നു. ഇപ്പോൾ ആളുകൾ ഫോൺ വാങ്ങിയത് ബ്രാൻഡ് നോക്കിയാണോ എന്നല്ല, ഏത് ആപ്പുകൾ പ്രവർത്തിക്കും, ഏത് എക്കോസിസ്റ്റമാണ് നല്ലത് എന്നതിനെ ആശ്രയിച്ചായിരുന്നു. നോക്കിയയ്ക്ക് ഇപ്പോൾ 3 വഴികളുണ്ടായിരുന്നു. ഒന്നാമത് സിംബിയൻ തുടരണം, പക്ഷേ അത് പഴകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് മീഗോയെ ശക്തമായി പിന്തുണയ്ക്കുക, പക്ഷേ അതിന്റെ സമയം വേണം. ഡെവലപ്പർമാരെ ആകർഷിക്കണം, ആപ്സ് വേണം, വലിയ നിക്ഷേപം വേണം. മൂന്നാമത് ആൻഡ്രോയിഡ് സ്വീകരിക്കുക. ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. നോക്കിയ അന്ന് ആൻഡ്രോയിഡ് സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിന് കൃത്യമായ ഉത്തരം ആരുടെയും കൈവശമില്ല. ചരിത്രത്തിൽ എങ്കിൽ എന്ന ചോദ്യത്തിന് ഉറപ്പായ മറുപടിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്,
ആ സമയത്ത് ആൻഡ്രോയിഡ് സ്വീകരിച്ച മറ്റു പല കമ്പനികളും പിന്നീട് വളരെ വേഗത്തിൽ വളർന്നു. പ്രത്യേകിച്ച് സാംസങ് മികച്ച ഹാർഡ്വെയറും ആൻഡ്രോയിഡും ചേർത്തു. അതവരെ ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കമ്പനികളിൽ ഒന്നാക്കി. നോക്കിയ എന്തു ചെയ്തു? അവർ ആൻഡ്രോയിഡ് തെരഞ്ഞെടുത്തില്ല. പകരം ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു തീരുമാനമെടുത്തു. ഒരു കാലത്ത് കമ്പ്യൂട്ടർ ലോകത്തെ ഭരിച്ചിരുന്ന ഒരു കമ്പനിയുമായി അവർ കൈകോർക്കാൻ തീരുമാനിച്ചു. ആ കമ്പനി മൈക്രോസോഫ്റ്റ്. ആ തീരുമാനം പ്രഖ്യാപിച്ച ദിവസം നോക്കിയയുടെ ചരിത്രം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ചിലർ അത് ധീരമായ തീരുമാനമെന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇതാണ് അവസാനത്തിന്റെ തുടക്കം എന്ന് വിശ്വസിച്ചു. 2010 അവസാന മാസങ്ങൾ. നോക്കിയ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ബ്രാൻഡുകളിൽ ഒന്നാണ്. പക്ഷേ അകത്തെല്ലാം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിംബിയൻ പഴകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ്രോയിഡ് അതിവേഗം വളരുന്നു. ആപ്പിൾ ഓരോ വർഷവും പുതിയ ഐഫോൺ പുറത്തിറക്കുന്നു. സാംസങ് ആൻഡ്രോയിഡിനെ ആശ്രയിച്ച് കുതിച്ചുയർന്നു. നോക്കിയയ്ക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് നോക്കിയ ഒരു പുതിയ സിഇഒയെ നിയമിച്ചത്. അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ എലോവ്. ഒരു കാര്യം ഈ നിയമനത്തെ പ്രത്യേകമാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് നോക്കിയക്ക് ഫിൻലാൻഡിന് പുറത്തുനിന്ന് ഒരു സിഇഒ വരുന്നത്. അതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്നത് മൈക്രോസോഫ്റ്റിലായിരുന്നു. ഇത് പലരെയും അത്ഭുതപ്പെടുത്തി. ചിലർ പ്രതീക്ഷയോടെ നോക്കി, മറ്റു ചിലർ സംശയത്തോടെ. സ്റ്റീഫൻ എലോപ്പ് നോക്കിയയിൽ എത്തിയ ഉടൻ കമ്പനി മുഴുവൻ പഠിക്കാൻ തുടങ്ങി. റിപ്പോർട്ടുകൾ, വിൽപ്പന കണക്കുകൾ, എഞ്ചിനീയർമാരുടെ അഭിപ്രായങ്ങൾ, മാർക്കറ്റ് പഠനങ്ങൾ. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. ഇങ്ങനെ മുന്നോട്ടു പോയാൽ നമ്മൾ തോൽക്കും. 2011 ഫെബ്രുവരി സ്റ്റീഫൻ എലോപ്പ് ജീവനക്കാർക്ക് ഒരു കത്തെഴുതി. പിന്നീടത് ലോകമെമ്പാടും പ്രശസ്തമായി. ആ കത്തിന്റെ പേര് ബാണിംഗ് പ്ലാറ്റ്ഫോം മെമ്മോ. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു എണ്ണ ഖനന പ്ലാറ്റ്ഫോമിൽ തീ പിടിച്ചു. ഒരു തൊഴിലാളി 2 വഴികളുടെ മുന്നിലായിരുന്നു. 1, അവിടെ നിന്നാൽ തീയിൽ മരിക്കും. 2, മഞ്ഞുകട്ടയായ കടലിലേക്ക് ചാടണം. ചാടിയാലും രക്ഷപ്പെടുവോ എന്ന് ഉറപ്പില്ല. പക്ഷേ അവിടെ നിൽക്കുന്നത് ഉറപ്പായ മരണമാണ്. അതുകൊണ്ട് അയാൾ കടലിലേക്ക് ചാടി. സ്റ്റീഫൻ പറഞ്ഞു, ഇപ്പോൾ നോക്കിയയും അതേ അവസ്ഥയിലാണ്. ഈ കത്ത് കമ്പനിക്കുള്ളിൽ വലിയ ഞെട്ടലുണ്ടാക്കി. ചിലർ പറഞ്ഞു, ഇത് യാഥാർത്ഥ്യമാണ്. മറ്റു ചിലർ പറഞ്ഞു, സ്വന്തം കമ്പനിയെ ഇങ്ങനെ പൊതുവേദിയിൽ ദുർബലമാക്കരുതായിരുന്നു. ഇന്നും ആ കത്തിനെ കുറിച്ച് ബിസിനസ് ലോകത്ത് ചർച്ചകൾ നടക്കുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയ ലോകത്തെ ഞെട്ടിച്ച പ്രഖ്യാപനം നടത്തി. നമ്മൾ മൈക്രോസോഫ്റ്റുമായി പങ്കാളിത്തം ആരംഭിക്കുന്നു. അതിന്റെ അർത്ഥം നോക്കിയ ഇനി ആൻഡ്രോയിഡ് ഉപയോഗിക്കില്ല. മീകോ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകില്ല. പകരം വിൻഡോസ് ഫോൺ ഉപയോഗിക്കും. ഇത് വളരെ വലിയ തീരുമാനമായിരുന്നു. കാരണം ആ സമയത്ത് വിൻഡോസ് ഫോണിന്റെ വിപണി വിഹിതം വളരെ ചെറുതായിരുന്നു. ഡെവലപ്പർമാർ കുറവ്, ആപ്സ് കുറവ്, ഉപഭോക്താക്കളുടെ വിശ്വാസവും പരിമിതം. എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡ് തെരഞ്ഞെടുക്കാതിരുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, നോക്കിയയ്ക്ക് സ്വന്തം പ്രത്യേകത നഷ്ടമാകരുത് എന്ന ഭയമുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് ഉപയോഗിച്ചാൽ സാംസങ്ങിനേക്കാളും HTCയെക്കാളും വ്യത്യസ്തമായി നിൽക്കാൻ ബുദ്ധിമുട്ടാകും. രണ്ടാമത്, മൈക്രോസോഫ്റ്റ് വലിയ സാമ്പത്തിക പിന്തുണ വാഗ്ദാനം ചെയ്തു. വിൻഡോസ് ഫോൺ വികസിപ്പിക്കാൻ അവർ വലിയ നിക്ഷേപം നടത്താൻ തയ്യാറായിരുന്നു. മൂന്നാമത്, മൈക്രോസോഫ്റ്റിന്റെ ശക്തമായ സോഫ്റ്റ്വെയറും നോക്കിയയുടെ മികച്ച ഹാർഡ്വെയറും ചേർന്നാൽ വിജയിക്കാമെന്ന് അവർ വിശ്വസിച്ചു. കാഗിതത്തിൽ നോക്കുമ്പോൾ ആ ആശയം മോശമായിരുന്നില്ല. പക്ഷേ യഥാർത്ഥ ലോകം കാഗിതമല്ല. 2011 നോക്കിയ പുറത്തിറക്കി ആദ്യ ലൂമിയ സീരീസ് ഫോണുകൾ. വർണ്ണാഭമായ ഡിസൈൻ, മികച്ച ക്യാമറ, മനോഹരമായ വിൻഡോസ് ഫോൺ ഇന്റർഫേസ്. നിരവധി ടെക് നിരൂപകർ പറഞ്ഞു, ഈ ഫോൺ വളരെ മനോഹരമാണ്. ഉപഭോക്താക്കൾക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ ഒരു ചോദ്യം ചോദിച്ചു, വാട്സാപ്പ് ഉണ്ടോ? ഇൻസ്റ്റഗ്രാം ഉണ്ടോ? എനിക്ക് വേണ്ട ആപ്സ് എല്ലാം കിട്ടുമോ? ഇവിടെയാണ് പ്രശ്നം. ഫോൺ നല്ലതായിരുന്നു, പക്ഷേ ആപ്സ് കുറവായിരുന്നു. ഡെവലപ്പർമാർ ആൻഡ്രോയിഡിലും ഐഫോണിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിൻഡോസ് ഫോൺ പിന്നിലായി. നോക്കിയ മികച്ച ക്യാമറ നിർമ്മിച്ചു, മികച്ച ബിൽഡ് ക്വാളിറ്റി നൽകി. പക്ഷേ സ്മാർട്ട് ഫോൺ ലോകം മാറിക്കഴിഞ്ഞിരുന്നു. ഇനി ഹാർഡ്വെയർ മാത്രം വിജയിപ്പിക്കില്ല. ആപ്സ്, ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, എക്കോസിസ്റ്റം, ഇവയാണ് പുതിയ യുദ്ധഭൂമി. ആ യുദ്ധത്തിൽ നോക്കിയയ്ക്ക് മികച്ച സൈനികർ ഉണ്ടായിരുന്നു, പക്ഷേ ശരിയായ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. 2012 ഒരു കാലത്ത് ലോകത്തെ ഭരിച്ചിരുന്ന കമ്പനിയുടെ വിൽപ്പന അതിവേഗം കുറഞ്ഞു. ഓരോ ത്രൈമാസ റിപ്പോർട്ടും കൂടുതൽ മോശമായി.
ഓഹരി വില ഇടിഞ്ഞു. ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ലോകത്തിലെ നമ്പർ 1 കമ്പനി ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായി പോരാടുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ഞെട്ടൽ ഇനിയും വരാനുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയ ഒരു പ്രഖ്യാപനം നടത്തി. ആ വാർത്ത കേട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരേ ചോദ്യം ചോദിച്ചു: നോക്കിയ ശരിക്കും അവസാനിച്ചോ? 2013 നോക്കിയയുടെ ഓഫീസുകളിൽ പഴയ ആവേശമില്ല. ഒരു കാലത്ത് പുതിയ മോഡൽ പുറത്തിറങ്ങുമ്പോൾ ആഘോഷിച്ചിരുന്ന എഞ്ചിനീയർമാർ ഇപ്പോൾ അടുത്ത മാസം ജോലി ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു. ലോകം അതിവേഗം മാറിക്കഴിഞ്ഞിരുന്നു. ആപ്പിൾ ഓരോ വർഷവും പുതിയ ഐഫോൺ അവതരിപ്പിക്കുന്നു. സാംസങ് ഗാലക്സി സീരീസ് വൻ വിജയമായി മാറുന്നു. ആൻഡ്രോയിഡ് ലോകമെമ്പാടും വ്യാപിക്കുന്നു. വിൻഡോസ് ഫോൺ മികച്ച ഡിസൈൻ ഉണ്ടായിരുന്നിട്ടും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പലരും കരുതുന്നത് ലുമിയ മോശം ഫോൺ ആയിരുന്നു. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ലുമിയ 920, ലുമിയ 1020 പോലുള്ള ഫോണുകൾക്ക് മികച്ച നിരൂപണങ്ങളാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ലുമിയ 1020 41 മെഗാ പിക്സൽ ക്യാമറ. ആ കാലത്ത് അതൊരു അത്ഭുതമായിരുന്നു. ഇന്നും ടെക് ചരിത്രത്തിൽ മൊബൈൽ ഫോട്ടോഗ്രാഫിയെ മുന്നോട്ട് നയിച്ച ഫോണുകളിൽ ഒന്നായി ലൂമിയ 1020നെ പറയാറുണ്ട്. പ്രശ്നം ക്യാമറയല്ല, പ്രശ്നം ആപ്സിലായിരുന്നു. ഒരു ഉപഭോക്താവ് കടയിൽ പോകുന്നു, ഫോൺ കയ്യിലെടുക്കുന്നു, ഡിസൈൻ ഇഷ്ടമാകുന്നു, ക്യാമറ ഇഷ്ടമാകുന്നു. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നു, എന്റെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ആപ്സ് എല്ലാം ഇതിലുണ്ടാകുമോ? ഉത്തരം പലപ്പോഴും ഇല്ല. അവിടെയാണ് വിൽപ്പന അവസാനിച്ചത്. 2013 സെപ്റ്റംബർ 3 ലോകത്തെ ഞെട്ടിച്ച വാർത്ത പുറത്തു വന്നു. മൈക്രോസോഫ്റ്റ് നോക്കിയയുടെ മൊബൈൽ ഫോൺ ബിസിനസ് വാങ്ങുന്നു. വില 5.44 ബില്യൺ യൂറോ. വാർത്ത പുറത്തുവന്ന ശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരു കാര്യമാണ് പറഞ്ഞത്: നോക്കിയ അവസാനിച്ചു. സോഷ്യൽ മീഡിയയിൽ ദുഃഖം, പത്രങ്ങളിൽ വലിയ തലക്കെട്ടുകൾ, ടെക് ലോകത്ത് ഒരേയൊരു ചർച്ച: ഇത്ര വലിയ കമ്പനി ഇവിടെ എത്തിയതെങ്ങനെ? ആ ദിവസം നോക്കിയയുടെ സിഇഒ സ്റ്റീവൻ അലോപ്പ് വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നോക്കിയയുടെ ചെയർമാൻ റിസ്റ്റോ സിലാസ്മ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ലോകം അത് തത്സമയം കണ്ടു. ഒരു കമ്പനി വിറ്റുപോകുന്നത് മാത്രമല്ല, ഫിൻലാൻഡിന്റെ അഭിമാനത്തിന്റെ ഒരു ഭാഗം കൈമാറപ്പെടുകയായിരുന്നു. പിന്നീട് സ്റ്റീഫൻ അലോ പറഞ്ഞ ഒരു വാചകം ലോകമെമ്പാടും പ്രചരിച്ചു: "We didn't do anything wrong, but somehow we lost." ഈ വാചകം വർഷങ്ങളായി ഇന്റർനെറ്റിൽ പങ്കുവെക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം പറയണം. ഈ വാചകം അദ്ദേഹം ഔദ്യോഗിക പ്രസംഗത്തിൽ പറഞ്ഞുവെന്നതിന് വിശ്വസനീയമായ തെളിവില്ല. വർഷങ്ങൾക്ക് ശേഷം അതൊരു ജനപ്രിയ ഉദ്ധരണിയായി മാറി. അതിനാൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ആ വാചകം നോക്കിയയുടെ അവസ്ഥയെ കൃത്യമായി വിവരിക്കുന്നത് പോലെ തോന്നി. മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തത് നോക്കിയ മുഴുവൻ കമ്പനിയല്ല. ഇതാണ് പലർക്കും അറിയാത്ത സത്യം. മൈക്രോസോഫ്റ്റ് വാങ്ങിയത് മൊബൈൽ ഫോൺ വിഭാഗം, ലൂമിയ ബ്രാൻഡ്, ആയിരക്കണക്കിന് ജീവനക്കാർ, ചില പേറ്റന്റുകൾ ഉപയോഗിക്കാനുള്ള അവകാശം. പക്ഷേ നോക്കിയ എന്ന കമ്പനി ജീവിച്ചിരുന്നതാണ്. അവർക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ഡിവിഷൻ, ഗവേഷണ കേന്ദ്രങ്ങൾ, ആയിരക്കണക്കിന് പേറ്റന്റുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ. അതിനാൽ നോക്കിയ മരിച്ചുവെന്ന് പറയുന്നത് ശരിയല്ല. അവർ രൂപം മാറി. അതേസമയം മൈക്രോസോഫ്റ്റ് വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ കരുതി വിൻഡോസ് ഫോൺ പ്ലസ് നോക്കിയ ഹാർഡ്വെയർ ഇപ്പോൾ വിജയം ഉറപ്പാണ്. പക്ഷേ ചരിത്രം മറ്റൊരു വഴിയിലേക്കാണ് പോയത്. മൈക്രോസോഫ്റ്റിനും സ്മാർട്ട് ഫോൺ യുദ്ധത്തിൽ വിജയിക്കാനായില്ല. ലോകം ഇതിനോടകം 2 ഭാഗങ്ങളായി മാറിയിരുന്നു. ആൻഡ്രോയിഡ്, ഐഫോൺ. ആ വിപണിയിൽ മൂന്നാമനാകുക അത്യന്തം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. എല്ലാവരും കരുതിയത് നോക്കിയയുടെ കഥ അവസാനിച്ചുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു മറ്റൊരു തുടക്കമായിരുന്നു. മൊബൈൽ ഫോണുകളിൽ നിന്ന് പിന്മാറിയ ശേഷം നോക്കിയ ചെയ്ത ഒരു തീരുമാനം ഇന്നും അവരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിൽ ഒന്നാക്കി. അപ്പോൾ ചോദ്യം: ഫോൺ ബിസിനസ് നഷ്ടപ്പെട്ട നോക്കിയ ഇന്ന് എങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു? 2014 ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ് നോക്കിയയെ വാങ്ങി, അതുകൊണ്ട് നോക്കിയ അവസാനിച്ചു. പക്ഷേ അത് പൂർണ്ണമായും ശരിയായിരുന്നില്ല. മൈക്രോസോഫ്റ്റ് വാങ്ങിയത് മൊബൈൽ ഫോൺ ബിസിനസ് മാത്രം. നോക്കിയ എന്ന കമ്പനി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ
ഇനി അവർ ഒരു പുതിയ ചോദ്യം നേരിട്ടു. ഫോണില്ലാതെ നമ്മൾ ആരാണ്? നോക്കിയയുടെ ബോർഡ് ഒരു കാര്യം തീരുമാനിച്ചു: ഭൂതകാലം തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ട. കാരണം ആപ്പിളിനെയും സാംസങ്ങിനെയും അതേ രീതിയിൽ നേരിടുന്നത് അസാധ്യമായിരുന്നു. അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അത് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുടെ ലോകം. ഇവിടെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറക്കുന്നു. നമ്മൾ ദിവസവും ഫോൺ ഉപയോഗിക്കുന്നു. പക്ഷേ ആ ഫോൺ പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് ടവറുകൾ വേണം, ഫൈബർ നെറ്റ്വർക്കുകൾ വേണം, ബസ് സ്റ്റേഷനുകൾ വേണം, ബേസ് സ്റ്റേഷനുകൾ വേണം, വമ്പൻ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ വേണം. ഈ രംഗത്ത് നോക്കിയയ്ക്ക് പതിറ്റാണ്ടുകളുടെ അനുഭവം ഉണ്ടായിരുന്നു. അവർ ഫോൺ നിർമ്മിക്കുന്നതിന് മുമ്പ് നെറ്റ്വർക്ക് നിർമ്മിക്കാൻ പഠിച്ചിരുന്നു. ഇപ്പോൾ അവർ അതിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ തിരിച്ചു. 2015 നോക്കിയ മറ്റൊരു വലിയ തീരുമാനമെടുത്തു. ഫ്രഞ്ച് കമ്പനി ആൽക്കറ്റൽ ലൂസെന്റ് ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കൽ സാധാരണമായിരുന്നില്ല. ഏകദേശം 15.6 ബില്യൺ യൂറോ വിലയുള്ള ഇടപാട്. അതിലൂടെ ബെൽ ലാബ്സ് എന്ന ലോക പ്രശസ്ത ഗവേഷണ സ്ഥാപനവും നോക്കിയയുടെ ഭാഗമായി. ബെൽ ലാബ്സ് ട്രാൻസിസ്റ്റർ മുതൽ ലേസർ വരെ നിരവധി ചരിത്രപ്രധാനമായ കണ്ടുപിടുത്തങ്ങളുടെ കേന്ദ്രമായിരുന്നു. നോക്കിയക്ക് ഇത് വെറും ഒരു കമ്പനി വാങ്ങലല്ല, ഭാവിയുടെ ഗവേഷണ ശക്തി സ്വന്തമാക്കലായിരുന്നു. ഇപ്പോൾ നോക്കിയയുടെ ഉപഭോക്താക്കൾ സാധാരണ ആളുകളല്ല. അവരുടെ ഉപഭോക്താക്കൾ ടെലികോം കമ്പനികളാണ്. ഉദാഹരണത്തിന്, ഒരു രാജ്യം 5G ആരംഭിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് എന്തു വേണം? ടവറുകൾ, ആന്റീനകൾ, നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ, ഡാറ്റ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ. ഇതെല്ലാം നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് നോക്കിയ. ഇന്ന് നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ, ഒരു വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 5G ഉപയോഗിക്കുമ്പോൾ അത് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ നോക്കിയയുടെ സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കും. പക്ഷേ അത് സാധാരണ ആളുകൾ കാണുന്നില്ല. കാരണം അവർ ഇനി ഫോൺ വിൽക്കുന്നില്ല, അവർ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയാണ്. ഇതിനിടയിൽ ഒരു പുതിയ വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചു. നോക്കിയ വീണ്ടും ഫോൺ നിർമ്മിക്കുന്നു. പലരും സന്തോഷിച്ചു. നോക്കിയ തിരികെ വന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങി. പക്ഷേ ഇവിടെയും ഒരു ചെറിയ സത്യമുണ്ട്. ആ ഫോണുകൾ നോക്കിയ നേരിട്ട് നിർമ്മിച്ചിരുന്നില്ല. 2016 HMD ഗ്ലോബൽ എന്ന ഫിൻലാൻഡ് കമ്പനിക്ക് നോക്കിയ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിച്ചു. അവർ ആൻഡ്രോയിഡ് ഉപയോഗിച്ചുള്ള നോക്കിയ ഫോണുകൾ പുറത്തിറക്കി. ഡിസൈൻ പഴയ നോക്കിയയുടെ ഓർമ്മകൾ, സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ്. പലർക്കും സന്തോഷമായി. വീണ്ടും നോക്കിയ എന്ന പേര് കടകളിൽ കാണാൻ തുടങ്ങി. പക്ഷേ ആ പഴയ കാലം തിരികെ വന്നില്ല. കാരണം ലോകം മാറിയിരുന്നു. ഒരു കാലത്ത് നോക്കിയ വിപണി സൃഷ്ടിച്ചു. ഇപ്പോൾ അവർ വിപണിയെ പിന്തുടരുകയാണ്. ഇതാണ് വ്യത്യാസം. എന്നിരുന്നാലും നോക്കിയയുടെ യഥാർത്ഥ വിജയം വീണ്ടും ഫോൺ വിൽക്കുന്നതിലല്ല, അവർ തകർന്ന ശേഷം പോലും ജീവിച്ചിരുന്നതിലാണ്. ലോകത്തിലെ പല വലിയ കമ്പനികളും ഒരു വലിയ പരാജയത്തിന് ശേഷം അപ്രത്യക്ഷമായി. പക്ഷേ നോക്കിയ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞു, വീണ്ടും ഉയർന്നു. പക്ഷേ ഈ കഥയ്ക്ക് ഇനിയും ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. നോക്കിയ ശരിക്കും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആൻഡ്രോയിഡ് സ്വീകരിക്കാത്തതുകൊണ്ടാണോ? സിംബിയാൻ കൊണ്ടാണോ? മൈക്രോസോഫ്റ്റ് കൊണ്ടോ? അല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള കാരണങ്ങളുണ്ടോ? അടുത്ത ഭാഗത്തിൽ ചരിത്രകാരന്മാരും ബിസിനസ് വിദഗ്ധരും വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന നോക്കിയയുടെ യഥാർത്ഥ വീഴ്ചയുടെ കാരണങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇന്ന് വരെ നോക്കിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: ആൻഡ്രോയിഡ് സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് അവർ തകർന്നത്. ഇത് പൂർണ്ണമായും തെറ്റല്ല, പക്ഷേ ഇത് മുഴുവൻ സത്യവുമല്ല. കാരണം ഒരു കമ്പനി വർഷങ്ങളായി ലോകത്തിന്റെ 1ാം സ്ഥാനത്തിരുന്ന ശേഷം ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിൽ മാത്രം തകരില്ല. അതിന് പിന്നിൽ വർഷങ്ങളായി രൂപപ്പെട്ട നിരവധി കാരണങ്ങളുണ്ടാവും. ഇന്ന് ആ യഥാർത്ഥ കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1998 മുതൽ 2007 വരെ ലോകം നോക്കിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓരോ വർഷവും റെക്കോർഡ് വിൽപ്പന, പുതിയ മോഡലുകൾ, വലിയ ലാഭം, ഓഹരി വില ഉയരുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഒരു കമ്പനിക്ക് ഏറ്റവും അപകടകരമായ ഒരു ചിന്ത വരും: നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരി. ഈ ചിന്ത പുതിയ ആശയങ്ങളെ സ്വാധീനിക്കുന്ന വേഗത കുറയ്ക്കും. ഇത്ര വിലയുള്ള ഫോൺ ആരാണ് വാങ്ങുക? കീപാഡ് ഇല്ലാത്ത ഫോൺ വിജയിക്കില്ല. ഈ ചിന്ത തെറ്റായിരുന്നോ? അന്നത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും അല്ല. പക്ഷേ അവരൊരു വലിയ കാര്യം മനസ്സിലാക്കിയില്ല. ആപ്പിൾ ഇപ്പോഴത്തെ വിപണി മാറ്റാൻ വന്നതല്ല, ഭാവിയിലെ വിപണി സൃഷ്ടിക്കാനാണ് വന്നത്. ഒരു പുതിയ ആശയം വന്നാൽ
നോക്കിയയിൽ അത് ഉടനെ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു എഞ്ചിനീയർ ഒരു ആശയം അവതരിപ്പിക്കും, അത് മാനേജർ പരിശോധിക്കും, പിന്നീട് മറ്റൊരു വിഭാഗം, വീണ്ടും മറ്റൊരു കമ്മിറ്റി, വീണ്ടും മീറ്റിംഗ്, വീണ്ടും അനുമതി. ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ മാസങ്ങൾ എടുത്തു. അതേസമയം ആപ്പിളിൽ ചെറിയ ടീമുകൾ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു. ഗൂഗിൾ ഓരോ മാസവും ആൻഡ്രോയിഡ് മെച്ചപ്പെടുത്തി. സാംസങ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുതിയ ഫോണുകൾ പുറത്തിറക്കി. വിപണി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയയുടെ എഞ്ചിനീയർമാർ ലോകത്തിലെ മികച്ച ഹാർഡ്വെയർ നിർമ്മിച്ചു. മികച്ച ആന്റീന, മികച്ച ബാറ്ററി, മികച്ച ബിൽഡ് ക്വാളിറ്റി, ഇവയിൽ അവർ അതുല്യരായിരുന്നു. പക്ഷേ 2007 ശേഷം മത്സരം ഹാർഡ്വെയറിലല്ലായിരുന്നു, സോഫ്റ്റ്വെയറിലായിരുന്നു. ആപ്സ്, അപ്ഡേറ്റ്സ്, യൂസർ എക്സ്പീരിയൻസ്, ഡെവലപ്പർ സപ്പോർട്ട്, ഇവയാണ് പുതിയ യുദ്ധഭൂമി. അവിടെ ആപ്പിളും ഗൂഗിളും വളരെ മുന്നിലായിരുന്നു. 2005 ഒരു ഫോൺ വാങ്ങുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നത് ബാറ്ററി എത്ര ദിവസം നിൽക്കും. 2009 ചോദ്യം മാറി. വാട്സപ്പ് ഉണ്ടോ? യൂട്യൂബ് പ്രവർത്തിക്കുമോ? ഗൂഗിൾ മാപ്സ് ഉണ്ടോ? ഫോൺ എന്നത് ഒരു ഉപകരണം മാത്രമല്ല, ഒരു എക്കോസിസ്റ്റമായി മാറി. നോക്കിയയ്ക്ക് ഇത് മനസ്സിലായി, പക്ഷേ വളരെ വൈകി. വർഷങ്ങൾക്ക് ശേഷം നോക്കിയയിലെ മുൻ ജീവനക്കാർ നൽകിയ ചില അഭിമുഖങ്ങളിൽ ഒരു കാര്യം പലരും ആവർത്തിച്ചു. ചില ജീവനക്കാർക്ക് മോശം വാർത്ത മേലധികാരികളോട് പറയാൻ ഭയമായിരുന്നു. ഒരു പ്രോജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ അത് തുറന്നു പറയാൻ പലർക്കും മടിയായിരുന്നു. അതുകൊണ്ട് മുകളിൽ ഇരിക്കുന്നവർക്ക് യഥാർത്ഥ സ്ഥിതി വൈകിയാണ് മനസ്സിലാകാറ്. ഒരു വലിയ കമ്പനിക്ക് ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. നോക്കിയ മൊട്ടോറോളയെ തോൽപ്പിച്ചു, എറിക്സനെ മറികടന്നു, സീമെൻസിനെ പിന്നിലാക്കി. അവർക്ക് തോന്നി ആപ്പിളിനെയും അതുപോലെ തോൽപ്പിക്കാം. പക്ഷേ ആപ്പിൾ ഒരു ഫോൺ കമ്പനി മാത്രമായിരുന്നില്ല. ഗൂഗിൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാത്രമായിരുന്നില്ല. അവർ പുതിയ നിയമങ്ങളുള്ള ഒരു പുതിയ കളിയാണ് തുടങ്ങിയത്. നോക്കിയ പഴയ നിയമങ്ങൾ അനുസരിച്ച് കളിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ചരിത്രത്തിൽ ശരിയായ തീരുമാനം പോലും വൈകിയാൽ തെറ്റായ തീരുമാനമായി മാറും. നോക്കിയയ്ക്ക് ടച്ച് സ്ക്രീൻ അറിയാമായിരുന്നു, ഇന്റർനെറ്റ് അറിയാമായിരുന്നു, ആപ്സിന്റെ പ്രാധാന്യം അറിയാമായിരുന്നു. പക്ഷേ ഓരോ തീരുമാനവും 1 വർഷം 2 വർഷം വൈകി. ടെക്നോളജി ലോകത്ത് 1 വർഷം എന്നത് ചിലപ്പോൾ ഒരു തലമുറയുടെ വ്യത്യാസമാണ്. ഇന്ന് ഹാർവാർഡ് ബിസിനസ് സ്കൂളിലും ഇൻസൈഡിലും പല ബിസിനസ് സ്കൂളുകളിലും നോക്കിയയുടെ കഥ പഠിപ്പിക്കുന്നത് ആൻഡ്രോയിഡ് സ്വീകരിക്കാത്തത് കൊണ്ടല്ല, മാറുന്ന ലോകത്ത് വിജയിച്ച കമ്പനികൾ പോലും എങ്ങനെ സ്വയം മാറണം എന്ന പാഠമായിട്ടാണ്. എന്നാൽ ഈ കഥയ്ക്ക് ഒരു മനോഹരമായ അവസാനമുണ്ട്. കാരണം നോക്കിയ പരാജയപ്പെട്ട കമ്പനിയല്ല, അവർ ജീവിച്ചിരിക്കുന്ന കമ്പനിയാണ്. ഇന്ന് അവർ എന്താണ് ചെയ്യുന്നത്? 5Gയിൽ അവരുടെ പങ്ക് എന്താണ്? എയുടെ കാലത്ത് നോക്കിയ വീണ്ടും ശക്തമാകുമോ? 2014 മൊബൈൽ ഫോൺ ബിസിനസ് മൈക്രോസോഫ്റ്റിന്റെ കൈമാറിയപ്പോൾ പലരും ഒരു കാര്യം ഉറപ്പിച്ചു: നോക്കിയയുടെ കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ നോക്കിയയുടെ ഓഫീസുകളിൽ അന്ന് നടന്ന ചർച്ചകൾ മറ്റൊന്നായിരുന്നു. അവൻ ചോദിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം നോക്കിയയ്ക്ക് വ്യക്തമായിരുന്നു. അവർ ചോദിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം നോക്കിയയ്ക്ക് വ്യക്തമായിരുന്നു. ലോകം സ്മാർട്ട് ഫോണുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ആ ഫോണുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. ആ മേഖലയിൽ നോക്കിയയ്ക്ക് പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ടായിരുന്നു. അതിനാൽ അവർ മുഴുവൻ ശ്രദ്ധ തിരിച്ചു. ടെലികോം നെറ്റ്വർക്കുകൾ, ബേസ് സ്റ്റേഷനുകൾ, ഫൈബർ സംവിധാനങ്ങൾ, 5G സാങ്കേതിക വിദ്യ, ക്ലൗഡ് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ. 2015 നോക്കിയ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ഫ്രഞ്ച് കമ്പനി അൽക്കേറ്റൽ ലൂസൺ ഏറ്റെടുത്തു. ഈ ഇടപാടിന്റെ മൂല്യം ഏകദേശം 15.6 ബില്യൺ യൂറോ ആയിരുന്നു. ഈ ഏറ്റെടുക്കലിലൂടെ ലോക പ്രശസ്തമായ ബെൽ ലാബ്സ് നോക്കിയയുടെ ഭാഗമായി. ട്രാൻസിസ്റ്റർ, ലേസർ, വിവര സാങ്കേതിക വിദ്യയിലെ നിരവധി ചരിത്രപരമായ കണ്ടുപിടുത്തങ്ങൾ ബെൽ ലാബ്സിൽ നിന്നാണ് വന്നത്. അത് നോക്കിയയ്ക്ക് ഒരു പുതിയ ഗവേഷണ ശക്തി നൽകി. നിങ്ങൾ ഇന്ന് ഒരു 5G നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ നോക്കിയയുടെ സാങ്കേതിക വിദ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോകമെമ്പാടുമുള്ള ടെലികോം ഓപ്പറേറ്റർമാർക്ക് അവർ നൽകുന്നത് 5G റേഡിയോ എക്യുപ്മെന്റ്, നെറ്റ്വർക്ക് കോർ സിസ്റ്റംസ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈവറ്റ് വയർലെസ് നെറ്റ്വർക്ക്, ഇൻഡസ്ട്രിയൽ കണക്ടിവിറ്റി സൊല്യൂഷൻസ്. അർത്ഥം, നോക്കിയ ഇനി നിങ്ങളുടെ കയ്യിലെ ഫോൺ നിർമ്മിക്കുന്നില്ല, പക്ഷേ ആ ഫോൺ ലോകവുമായി ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സംവിധാനം നിർമ്മിക്കുന്നു.
ഇപ്പോൾ ലോകം മറ്റൊരു വലിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI പ്രവർത്തിക്കാൻ ആവശ്യമായത് വമ്പൻ ഡാറ്റാ സെന്ററുകൾ, അതിവേഗ നെറ്റ്വർക്കുകൾ, കുറഞ്ഞ ലേറ്റൻസി, വിശ്വസനീയമായ ടെലികോം അടിസ്ഥാന സൗകര്യം. ഈ മേഖലകളിൽ നോക്കിയ വീണ്ടും നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. അവർ ഇപ്പോൾ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് മാനേജ്മെന്റ് സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്നു. നോക്കിയ ഇന്ന് ജീവിച്ചിരിക്കുന്നു, പക്ഷേ അവർ വീണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ ടെക് ബ്രാൻഡ് ആകുമോ? അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആപ്പിൾ, സാംസങ്, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ ഇതിനകം ഒരു വലിയ എക്കോസിസ്റ്റം സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നാൽ നോക്കിയയ്ക്കിപ്പോഴും ഒരു വലിയ ശക്തിയുണ്ട്: ടെലികോം നെറ്റ്വർക്കുകളിലെ ആഴത്തിലുള്ള അനുഭവം. നോക്കിയയുടെ കഥ വെറും ഒരു കമ്പനിയുടെ ഉയർച്ചയും തകർച്ചയുമല്ല. അത് 3 വലിയ പാഠങ്ങൾ പറയുന്നു. പാഠം 1: ഇന്ന് വിജയിക്കുന്നത് കൊണ്ട് നാളെ സുരക്ഷിതരാകില്ല. പാഠം 2: മാറുന്ന സാങ്കേതിക വിദ്യയെ നേരത്തെ മനസ്സിലാക്കണം. പാഠം 3: ഒരു കമ്പനി തകർന്നാലും ശരിയായ മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വീണ്ടും ഉയരാം. ഒരു കാലത്ത് ലോകത്തിലെ ഓരോ 10 ഫോണിലും 4 നോക്കിയായിരുന്നു. ഇന്ന് അവർ ഫോണുകൾ വിൽക്കുന്നില്ല, പക്ഷേ ലോകം സംസാരിക്കുന്ന നെറ്റ്വർക്കുകളുടെ പിന്നിൽ ഇപ്പോഴും അവരുടെ സാങ്കേതിക വിദ്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നോക്കിയയുടെ ഉയർച്ചയും തകർച്ചയും, ആപ്പിൾ, സാംസങ്, ഗൂഗിൾ എന്നീ കമ്പനികളുടെ ഉയർച്ചയുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിൽ ഒരാളുടെ വീഴ്ച മറ്റൊരാളുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കാറുണ്ട്. 2010 നോക്കിയ പിന്നോട്ട് പോകാൻ തുടങ്ങി. അതേസമയം 3 കമ്പനികൾ മുന്നോട്ട് കുതിക്കുകയായിരുന്നു: ആപ്പിൾ, ഗൂഗിൾ, സാംസങ്. ഇവർ 3 പേരും ഒരേ വിപണിയിലായിരുന്നു, പക്ഷേ അവരുടെ വിജയത്തിന്റെ കാരണം ഒരുപോലെ ആയിരുന്നില്ല. ആപ്പിളിന് ആദ്യ ഐഫോൺ പുറത്തിറക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നില്ല, ഏറ്റവും കൂടുതൽ മോഡലുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ഒരു കാര്യം ചെയ്തു: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സർവീസസ് എല്ലാം ഒരേ കമ്പനിയുടെ നിയന്ത്രണത്തിലാക്കി. അതുകൊണ്ട് ഐഫോൺ വാങ്ങുന്ന ഒരാൾക്ക് ഫോൺ മാത്രം കിട്ടില്ല, ആപ്പ് സ്റ്റോർ, ഐക്ലൗഡ്, ഫേസ് ടൈം, iMessage, പിന്നീട് ആപ്പിൾ വാച്ച്, എയർപോർട്ട്, മാക്ബുക്ക് എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇതാണ് എക്കോസിസ്റ്റം. ആളുകൾ ഒരു ഫോൺ വാങ്ങിയില്ല, ഒരു ലോകത്തേക്കാണ് അവർ പ്രവേശിച്ചത്. ഗൂഗിളിന്റെ ഏറ്റവും വലിയ ബുദ്ധി ആൻഡ്രോയിഡ് സൗജന്യമായി നൽകുകയായിരുന്നു. സാംസങ്, സോണി, മോട്ടോറോല, LG, OnePlus, വിവോ, ഓപ്പോ എല്ലാവരും ആൻഡ്രോയിഡ് ഉപയോഗിച്ചു. ഗൂഗിൾ ഓരോ ഫോണും വിറ്റില്ല, പക്ഷേ ഓരോ ആൻഡ്രോയിഡ് ഫോണിലും ഗൂഗിൾ ഉണ്ടായിരുന്നു. ഇത് ടെക് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബിസിനസ് മോഡലുകളുടെ ഒന്നായി മാറി. സാംസങ്ങിന് സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷേ ആൻഡ്രോയിഡ് വിജയിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവർ പിടിവാശി കാണിച്ചില്ല. വേഗത്തിൽ ആൻഡ്രോയിഡ് സ്വീകരിച്ചു. ഓരോ വിലയിലും ഫോൺ പുറത്തിറക്കി. 10,000 മുതൽ 1,00,000 മുകളിലേക്കും. ഓരോ ഉപഭോക്താവിനും ഒരു സാംസങ് ഫോൺ ഉണ്ടായിരുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. നോക്കിയ ഇപ്പോഴും സിംപിയൻ മെച്ചപ്പെടുത്തുകയായിരുന്നു. പിന്നീട് മീഗോ, അതിനുശേഷം വിൻഡോസ് ഫോൺ. അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റിക്കൊണ്ടിരുന്നു, പക്ഷേ മത്സരാക്കർ എക്കോ സിസ്റ്റം വളർത്തുകയായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. 2008 ശേഷം ഡെവലപ്പർമാർ ഒരു തീരുമാനമെടുത്തു: ആദ്യം ഐഫോൺ ആപ്പ്, പിന്നീട് ആൻഡ്രോയിഡ് ആപ്പ്, വിൻഡോസ് ഫോൺ, പിന്നീട് നോക്കാം. ഇത് ചെറിയ കാര്യമല്ല, കാരണം ആപ്സ് ഇല്ലെങ്കിൽ മികച്ച ഹാർഡ്വെയറും വിലയില്ല. ഉപഭോക്താക്കൾക്ക് ഇൻസ്റ്റഗ്രാം വേണം, വാട്സപ്പ് വേണം, ഫേസ്ബുക്ക് വേണം, ബാങ്കിംഗ് ആപ്സ് വേണം, ഗെയിംസ് വേണം. ഇവയില്ലെങ്കിൽ ആളുകൾ ഫോൺ വാങ്ങില്ല. 2007 ഏത് കമ്പനിയുടെ ഫോൺ? 2013 ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇതാണ് നോക്കിയ വൈകി മനസ്സിലാക്കിയത്. 2010 സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ വിപണി വളരെ ചെറുതായിരുന്നു. 5 വർഷങ്ങൾക്കുള്ളിൽ സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ ആൻഡ്രോയിഡ് നിർമ്മാതാവായി. അതേസമയം നോക്കിയ ലോകത്തിലെ 1-ാം സ്ഥാനത്ത് നിന്ന് വിപണിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ടെക് ലോകത്ത് 5 വർഷം മതി ഒരു രാജാവിനെ മാറ്റാൻ. ഇന്നും ടെക് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാട്ട് ഇഫ് ചോദ്യങ്ങളിൽ ഒന്നിതാണ്: നോക്കിയ 2009 ആൻഡ്രോയിഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരുപക്ഷെ സാംസങ് ഇന്നുള്ള സ്ഥാനത്ത് നോക്കിയ ഉണ്ടായേനെ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ഫോണുകൾ നോക്കിയ എന്ന പേരിലായിരുന്നേനെ. പക്ഷേ അത് വെറും ഒരു സാധ്യത മാത്രമാണ്. ചരിത്രം നടന്ന കാര്യങ്ങളാണ് എഴുതുന്നത്, നടക്കാമായിരുന്ന കാര്യങ്ങളല്ല. നോക്കിയയുടെ കഥ ഒരു കമ്പനിയുടെ പരാജയത്തിന്റെ കഥയല്ല, മാറുന്ന ലോകത്ത് മാറാൻ വൈകിയ ഒരു വിജയിയുടെ കഥയാണ്.
അവരുടെ പേര് ഇന്നും ജീവിക്കുന്നു. അവരുടെ സാങ്കേതിക വിദ്യ ഇന്നും ലോകത്തിന്റെ നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്നു. അവരുടെ യാത്ര ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പഠനങ്ങളിൽ ഒന്നായി പഠിപ്പിക്കപ്പെടുന്നു. കാരണം ഒരു കമ്പനി എങ്ങനെ വിജയിച്ചു എന്നത് അറിയുന്നത് പ്രധാനമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് പിന്നീട് പിന്നിലായത് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ പാഠം.